ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എക്സാമിന് വേണ്ടി റെഡി ആവുകയാണല്ലേ എല്ലാവരും? +1 എക്സാം അടുത്തെത്താറായി അല്ലേ? നമ്മൾ ഫിസിക്സാണ് പഠിക്കുന്നത് കേട്ടോ. ഫിസിക്സ് എങ്ങനെയുണ്ട്? പാടാണോ? 10 വെച്ച് നോക്കുമ്പോൾ നല്ല പാടാണല്ലേ? എന്നാലും നല്ല രസമായിട്ട് പഠിക്കാം കേട്ടോ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും എക്സാമിന്. അപ്പോൾ ആ ബേസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടല്ലോ. ഹലോ മാം, സൽമാൻ, ഹാരിസ്, സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും. നമുക്കിന്ന് ഫിസിക്സിലെ 3 ചാപ്റ്റേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് അറിയോ? ഹായ് ഗൗതം കൃഷ്ണ, എല്ലാവരും ഹായ്. ഓക്കെ, നമ്മളിന്ന് 3 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ വർക്ക് എനർജി പവർ. ഓക്കെ, ചാപ്റ്റർ 6 ഉണ്ട്, ചാപ്റ്റർ 7 ഉണ്ട്, ദെൻ ചാപ്റ്റർ 9. ഈ 3 ചാപ്റ്റേഴ്സിലെയും ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻറ്റ് പോർഷൻസിനെയും കവർ ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ ഈ 3 ചാപ്റ്റേഴ്സും കുറഞ്ഞ സമയം, ഈ 2 hours ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റുന്ന, അടിപൊളിയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 2 hours ആണല്ലേ ഈ വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. ആ ഡൗട്ടെല്ലാം നമുക്ക് ഈ സമയത്തിനുള്ളിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. റെഡിയാണോ എല്ലാവരും? ആദി അല്ലേ? എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. ഫാത്തിമ ഹലോ മാം, ഹലോ, എല്ലാവർക്കും ഹലോ. നമ്മൾ പുതിയ ഒരു പോർഷനിലേക്ക് പോവാണ്. ചാപ്റ്റർ 6 വർക്ക് എനർജി ആൻഡ് പവർ. എന്താണ് വർക്ക് എനർജി പവർ? എന്താണ്? ഇതിനെ പഠിച്ചു കഴിഞ്ഞില്ലേ? ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും അതിലെ കുറേ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നമുക്ക് കുറേ ക്വസ്റ്റിലൂടെ പഠിക്കാം. അതിനു മുമ്പ് എന്താണ് വർക്ക് എന്ന് പറയണം. എന്താണ് വർക്ക്? ഒരാൾ തലയിൽ നല്ല ലോഡായിട്ട് നടന്നു പോകുന്നു അല്ലേ? നല്ലോണം വെയിറ്റ് ചുമന്നുകൊണ്ട് നടന്നു പോകുന്നു. ആക്ച്വലി അയാൾ എന്താ ഒരുപാട് എനർജി നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഒരുപാട് എനർജി ലൂസ് ചെയ്തിട്ടാണ് അത്രയും ഹെവി ആയിട്ടുള്ളൊരു ലോഡ് എടുത്ത് നടന്നുകൊണ്ട് പോകുന്നത്. ആക്ച്വലി ഈസ് ഡൂയിങ് വർക്ക് നോ, ബട്ട് സയൻറ്റിഫിക്കലി വി കനോട്ട് കൺസിഡർ ഇറ്റ് ആസ് എ വർക്ക്. അതൊരു വർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് അതൊരു വർക്ക് ആവുന്നില്ല? സോ അതിനൊരു പെർട്ടിക്കുലർ ഡെഫിനിഷൻ വേണം. വാട്ട് ഈസ് വർക്ക്? The work done by the force is defined to be the product of the component of the force in the direction of the displacement and the magnitude of the displacement. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ആ ഒബ്ജക്റ്റിന് ഞാനൊരു പെർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്തു അല്ലേ? ഒരു എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് കൊടുത്തപ്പം ഇട്ടുണ്ടാകും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. ലെറ്റ് എസ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വാട്ട് ഈസ് വർക്ക്? നമ്മൾ ഫോഴ്സ് കൊടുത്ത അതേ ഡയറക്ഷൻ, ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് ഡയറക്ഷനിലാണ്? ഇതേ ഡയറക്ഷൻ. ഫോഴ്സ് ഉണ്ടായ ഡയറക്ഷൻ എന്താണ്? അതേ ഡയറക്ഷൻ. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ വർക്ക് ഡൺ എന്ന കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ദ വർക്ക് ഡൺ ഈസ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണത്? പണ്ട് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് എന്ന് പറഞ്ഞു. അപ്പം +1 എത്തിയപ്പോൾ അതിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് നമ്മൾ പഠിച്ചു അല്ലേ? എങ്ങനെ പഠിച്ചേ? വർക്ക് ഈസ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. തീറ്റ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ കോസ് തീറ്റ അല്ലെ? ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും പറയാം, ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? എഫ് ഡോട്ട് എസ് എന്ന് വെച്ചാൽ എഫ് എസ് കോസ് തീറ്റയാണ്. എഫ് എസ് cos theta, where theta is the angle between the force and the displacement, the direction of displacement. നമ്മൾ കൊടുത്ത ഫോഴ്സും അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. സോ ക്ലിയർ അല്ലേ? വാട്ട് ഈസ് വർക്ക് ഡൺ? Work done is the dot product of force and the displacement, where theta is the angle between force, the direction of applied force, and the displacement. Okay, so what is F is equal to, W is equal to F dot S, F S cos theta. So എന്താണ് വർക്ക് ഡൺ അല്ലേ? നമ്മൾ വരച്ചു ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷനിൽ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോസ് തീറ്റ എന്ന് പറഞ്ഞ ഫാക്ടർ മാറുന്ന അത് പല രീതിയിൽ ഈ വർക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. വർക്ക് പോസിറ്റീവ് വർക്ക് ഉണ്ട്, നെഗറ്റീവ് വർക്ക് ഉണ്ട്, സീറോ വർക്ക് ഉണ്ട്. മിസ് ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഒരാൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഹെവി ലോഡ് ഹാങ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് നടക്കുകയാണ്. അവിടെ നമ്മൾ ആ ഹെവി ലോഡ് നമ്മുടെ തലയിൽ താങ്ങാനായിട്ട് വി ആർ അപ്ലൈങ് ദ ഫോഴ്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. മുകളിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ആൻഡ് വി ആർ മൂവിങ് ഇൻ എ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഫോഴ്സ് ഇസ് അപ്വേർഡ് ആൻഡ് ദ ഡയറക്ഷൻ ഇൻ ഹൊറിസോണ്ടൽ. സോ വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം? ഫോഴ്സ് അപ്വേർഡ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്. സോ വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം? 90 ഡിഗ്രി. അപ്പോൾ അവിടെ എന്താ? 90 ഡിഗ്രിയാണ് തീറ്റ വന്നിരിക്കുന്നത്. കോസ് 90 എത്രയാണ്? വേഗം ഒന്ന് പറഞ്ഞേ. ആഗ്നൽ, വാട്ട്സ് ദ വാല്യൂ ഓഫ് കോസ് 90? എത്രയായിരിക്കും? ഇറ്റ്സ് 0 അല്ലേ? ഇറ്റ്സ് 0 ആണ് ദ ആംഗിൾ
കോസ് 90യുടെ വാല്യൂ. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, എഫ് ഡോട്ട് എസ് ഡോട്ട് അല്ലേ, അതുപോലെ നിൽക്കുന്നുണ്ടെന്നാ കോസ് തീറ്റ കോസ് 90 എന്ത് വന്നു, 0 ആയി. അപ്പം അതുകൊണ്ടാണ് മിസ് ആദ്യം തന്നെ പറഞ്ഞില്ലായിരുന്നു, ഒരു ഹെവി ലോഡ് എടുത്തുകൊണ്ട് ഒരാൾ ഹൊറിസോണ്ടലി നടന്നു പോയാലും അവിടെ എന്താ വർക്ക് എന്ന് പറഞ്ഞ വാല്യൂ 0 ആയി. ശരിക്കും നമ്മൾ ഒത്തിരി എനർജിയൊക്കെ നഷ്ടപ്പെട്ടത് ചെയ്യുന്ന വർക്ക് ഫിസിക്കലി വലിയ വർക്കാണെങ്കിലും സയൻറ്റിഫിക്കലി നമുക്കതൊരു വർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഗോട്ട് ഇറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആണേ, a box is pulled with a force of 25 Newton to produce a displacement of 15 meter. If the angle between the force and the displacement is 30 degree, find the work done by the force. നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത്, വർക്ക് ഡൺ കണ്ടുപിടിക്കണം അല്ലേ. എന്താണ് വർക്ക് ഡൺ? വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ്, അതായത് എഫ് എസ് കോസ് തീറ്റ, എഫ് എസ് കോസ് തീറ്റ. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഓരോ നോക്കിക്കുക. ദ ബോക്സ് ഇസ് പുൾഡ് വിത്ത് എ ഫോഴ്സ് എഫ് വന്നിട്ടുണ്ട്. എഫ് ഈസ് 25 ന്യൂട്ടൺ. എഫ് ഈസ് ഈക്വൽ ടു 25 ന്യൂട്ടൺ ആണ്. ആൻഡ് ഇസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിരിക്കുന്നത് 15 മീറ്റർ ആണ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു, ഞാൻ പല സിമ്പിൾ യൂസ് ചെയ്യാം, ചിലയിടത്ത് ഡി ആണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഏതാണ് സിമ്പിൾ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റിന് എസ് എന്ന് പറഞ്ഞ സിമ്പിളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ എസ് ഇസ് ഈക്വൽ ടു, ഹിയർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 15 meter. 15 meter and the angle between the force and the displacement is 30 degree. So theta is equal to 30 degree. ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുക അല്ലേ. എന്ത് വന്നു, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 15 ഇൻറ്റു കോസ് 13. കോസ് 13 വാല്യൂ √3/2 ആണ്. അപ്പോൾ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. എന്ത് കിട്ടും, 324.76 joule. 324.76 joule. ജസ്റ്റ് നമുക്ക് ഇപ്പോൾ +1 എന്നാൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമല്ലേ, പെട്ടെന്ന് ചെയ്യാം, മിസ്റ്റേക്ക് ഒന്നും വേണ്ട. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ആ സ്റ്റെപ്പ് കൃത്യമായാൽ മാത്രം മതി. ജസ്റ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ആൻസറിലേക്ക് എത്താം അല്ലേ. അപ്പോൾ അടുത്തൊരു സെഷനിലേക്ക് നമുക്ക് നോക്കാം. വർക്ക് ഡൺ ഇസ് 0 ഇൻ ദ ഫോളോയിങ് കേസസ്. വർക്ക് ഡൺ എപ്പോഴെല്ലാം 0 ആവും നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞു അല്ലേ. If the angle between the applied force and the direction of displacement is become 90 ആണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും, സോറി വർക്ക് എന്തായിരിക്കും, ഓക്കെ വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്, മിടുക്കി. ഓക്കെ, സോ അവിടെ എന്താ, അവിടെ വർക്ക് 0 ആണ്. പിന്നെ ഒരു വലിയൊരു വോൾ ഉണ്ടെന്ന് വിചാരിച്ചോ അല്ലേ. ബോളിൽ നമ്മൾ എത്രത്തോളം ഫോഴ്സ് കൊടുത്താലും എന്ത് പറ്റും, അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ എന്താ, അപ്പോഴും വർക്ക് 0 ആവും. അങ്ങനെ ഏതെല്ലാം കണ്ടീഷനിലാണ് വർക്ക് 0 ആവുന്നത് നമുക്ക് ഓരോന്നും വെച്ച് ഡിസ്കസ് ചെയ്യാം അല്ലേ. വെൻ ദ ഫോഴ്സ് ഈസ് 0, ഫോഴ്സ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, വർക്ക് 0 ആണ്. ഓക്കെ, ഫോഴ്സ് കൊടുത്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിലോ അപ്പോഴെന്താണ്, വർക്ക് 0. വെൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ എന്താ, അപ്പോഴും വർക്ക് 0 ആയി. ആൻഡ് തീറ്റ ബിക്കം 90 ഡിഗ്രി ആണെങ്കിൽ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ്, കൊടുക്കുന്ന ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ കോസ് 90 0 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അപ്പോഴും എന്ത് വരും, ഉത്തരം വർക്ക് ഡൺ 0 ആവും. ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, when the force and the displacement are perpendicular, that means 90 ഡിഗ്രി ആണെങ്കിൽ എന്ത് പറ്റും, ആ സമയത്തും വർക്ക് ഡൺ 0 ആവും. എക്സാമ്പിൾ, when a body moves on a horizontal direction, the gravitational force mg does no work on the body. എങ്ങനെയാണ്, ഒരു ഒബ്ജക്റ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു ആൻഡ് ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡൗൺവേർഡ് ആണെങ്കിൽ എന്താണ്, മൂവ്മെൻറ്റ് ഹൊറിസോണ്ടലും ഫോഴ്സ് ഡൗൺവേർഡും. അപ്പോഴും എന്താ, ആംഗിൾ ബിറ്റ്വീൻ ദം ഇറ്റ് ബിക്കം 90 ഡിഗ്രി. അപ്പോഴും എന്തായിരിക്കും, വർക്ക് ഡൺ 0 ആണ് അല്ലേ. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കേസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഏതെല്ലാം കണ്ടീഷൻ അല്ലെങ്കിൽ ഇത് തരുന്ന ഓരോ കണ്ടീഷനിലും വർക്ക് ഡൺ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്ന് വേഗം കണ്ടുപിടിക്കുക കേട്ടോ. വേഗം ഇങ്ങോട്ട് നോക്കിക്കുക, എന്നിട്ട് ഉത്തരത്തിലേക്ക് പറഞ്ഞേ. റൈറ്റ് വർക്ക് ഡൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസ് ആസ് 0, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓരോന്നും വേഗം സ്പീഡിൽ ആൻസർ ചെയ്യണം കേട്ടോ. First one, work done was done by centripetal force in a circular motion. Circular motion, what's the work done? Work done by the centripetal force. നമുക്കറിയാലോ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിലാണെങ്കിൽ what is the direction of centripetal force? Towards the center. സെൻറ്ററിലേക്കാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ആൻഡ് വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എങ്ങോട്ടായിരിക്കും,
ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പോയി കഴിഞ്ഞാൽ ഞാനും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തോ, ഇവിടെ വെച്ച് പെട്ടെന്ന് അതിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് നഷ്ടമായി കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും ഇത് തെറിച്ചു പോണത്? ടു ദ ടാൻജന്റ് ടു ദാറ്റ് പോയിന്റ് ആയിരിക്കും അല്ലേ, ടാൻജന്റ് ടു ദ പോയിന്റ്. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് force. So what is the angle between them? 90. So what will be the yes, very good, PKR. PK എന്താണത്? പേരല്ലല്ലോ കൃത്യമായിട്ട്. ഓക്കെ, 0. അനക്കാപ്പി ജീവൻ പറയുന്നു കറക്റ്റ് ആയിട്ട് 0 because here the angle between them is 90 cos 90 0. So the work become 0. Work 0. രണ്ടാമത്തെ കണ്ടീഷനോ, work was done by the frictional force. Frictional force, ഇപ്പോൾ ഒരാൾ നടക്കുന്ന അയാളെ എങ്ങോട്ടാണ്? ഫോർവേഡ് ഡയറക്ഷനിലാണ്. ഫോർവേഡിൽ അയാൾ നടക്കുമ്പം അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രിക്ഷൻ ഫോഴ്സ് എന്താണ്? ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഹിയർ വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് അങ്ങോട്ടും ഫ്രിക്ഷണൽ ഫോഴ്സ് ബാക്ക്വേർഡ് ഡയറക്ഷനിലും ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയറക്ഷനിലാണ്. സോ വാട്ട് വിൽ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദം? 180 അല്ലേ? ഇതങ്ങനെയല്ലേ വരിക? ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട്, ഫോഴ്സ് ഇങ്ങോട്ട്. സോ വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദം? 180 അല്ലേ? 180 ഒരു ലൈൻ പോലെയാണ്. 180 കോസ് 180യുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു കോസ് 180യുടെ വാല്യൂ? ഇറ്റ്സ് -1. സോ വെരി ഗുഡ്, ആൻസർ കൃത്യമായിട്ട് വരുന്നുണ്ടല്ലോ. -1. സോ എന്ത് വരും? ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ദാറ്റ് മീൻസ് വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നെഗറ്റീവ്. ഇറ്റ്സ് നെഗറ്റീവ്. ക്ലിയർ ആയല്ലോ ഇതെങ്ങനെയാ ഉത്തരത്തിലേക്ക് എത്തിയെന്ന്? കണ്ടീഷൻ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. സി, വർക്ക് വാസ് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് നേരെ താഴേക്ക് വീഴുന്നു. ഓക്കെ, അവിടുത്തെ എന്താണ്? വർക്ക് വാസ് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അവിടെ കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടാണ്. അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റും താഴേക്കായിരിക്കും അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റും താഴെ, അവിടെ നടക്കുന്ന ഫോഴ്സും താഴേക്ക്, ഒരേ ഡയറക്ഷനാണ് അല്ലേ? സോ വാട്ട് വിൽ ബി ദ ആൻസർ? ഇസ് ഇറ്റ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0? ആരാണ് ആദ്യ ഉത്തരം പറയണത്? ആഗ്നൽ ആണോ? PKR ആണോ? ആഗ്നാപ്പി ജീവൻ. ആരാണ്? അനഘാപ്പി ജീവൻ. എല്ലാവരാണ് പെട്ടെന്ന് സ്പീഡിൽ ഉത്തരം പറയുന്നത്. ആരായിരിക്കും? എന്തായിരിക്കും ഉത്തരം? മിസ് പറയട്ടെ? ഇറ്റ്സ് പോസിറ്റീവ്. ബിക്കോസ് എന്താണ്? ഫോഴ്സ് കൊടുത്ത അതേ ഡയറക്ഷൻ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. സ്പീഡിൽ ഉത്തരത്തിലേക്ക് പോകും അല്ലേ? അപ്പം ക്ലിയർ അല്ലേ? ഇനിയും ഉണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി. എന്തൊക്കെയാണ്? വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് വെൽ. ഇവിടെ ഒരു കണ്ടീഷൻ ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെയാ? ഒരാൾ വെല്ലിൽ നിന്ന് ബക്കറ്റിലെ വെള്ളം എടുത്തു പൊക്കുന്നു വിത്തൗട്ട് പുള്ളിയുടെ കാര്യം കൊടുത്തിട്ടില്ല. അപ്പോൾ താഴെ ഇരിക്കുന്ന വെള്ളത്തിനെ നമ്മൾ പൊക്കാണ് അല്ലേ? ബക്കറ്റ് വെള്ളമായിട്ട് മുകളിലേക്ക് പൊക്കുന്നു. ഫോഴ്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഫോഴ്സ് അപ്വേർഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അപ്വേർഡ്. സോ ഉറപ്പായിട്ടും വർക്ക് ഡൺ എന്തായിരിക്കും? യെസ്, പോസിറ്റീവ്. വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. ബട്ട് ഈ ഒരു ഇതേ ക്വസ്റ്റിന് തന്നെ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് വെൽ ബൈ യൂസിങ് എ പുള്ളീസ് യൂസ് ചെയ്ത് നമ്മൾ വെള്ളം പൊക്കുന്നു എന്ന് വിചാരിക്കാം. അതായത് പുള്ളീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇങ്ങനെ ഒരു പുള്ളി ഉണ്ടല്ലേ? പുള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആയിരിക്കും കൊടുത്തിട്ടില്ലേ? പുള്ളീസ് യൂസ് ചെയ്ത് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ എന്താണ്? ഫോഴ്സ് ഡൗൺവേർഡ് ആയിരിക്കും, മൂവ്മെൻറ്റ് അപ്വേർഡ് ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനിൽ വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ഇവിടെ വിത്തൗട്ട് പുള്ളി ആയതുകൊണ്ട് എന്നാ വർക്ക് ഡൺ പോസിറ്റീവ് ആയി. ഓക്കെ. ആൻഡ് ബി, വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിങ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. എങ്ങനെയാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്ലൈഡിങ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഒരു ചരിഞ്ഞ പ്രതലത്തിൽ കൂടെ ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യുന്നു. അവിടുത്തെ ഫ്രിക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ? ഇറ്റ്സ് നെഗറ്റീവ്. ഓക്കെ. ആൻഡ് സി, വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഓൺ എ റഫ് സർഫസ്, റഫ് ഹൊറിസോണ്ടൽ സർഫസ്. ഇതെങ്ങനെയാണ് തന്നിരിക്കുന്നത്? വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി. എങ്ങനെയാ? മൂവിങ് ഓൺ എ അപ്ലൈഡ് ഫോഴ്സ് ആണ്. മൂവിങ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്. ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ നമ്മൾ ഒരു അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തു. എന്നിട്ടത് ഹൊറിസോണ്ടൽ സർഫസിൽ അത് മൂവ് ചെയ്തു. സോ ഫോഴ്സ് കൊടുത്തു, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. സോ വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ? ഇറ്റ്സ് പോസിറ്റീവ് അല്ലേ? കണ്ടോ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതേ സമയത്ത് വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സിന് പകരം വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡൗൺവേർഡ് ആണല്ലേ? അപ്പോൾ നമുക്കത് 0 പോയെന്നിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ല, വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ്. And next,
work done by the resistive force of air on a vibrating pendulum. വൈബ്രേറ്റിംഗ് പെൻഡുലത്തിൽ നമ്മൾ എപ്പോഴും എന്താ എയർ റെസിസ്റ്റൻസ് വെച്ച് എന്താണ് മൂവ്മെൻറ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അല്ലേ. ജസ്റ്റ് ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്തായിരിക്കും ഉറപ്പായിട്ടും മൂവ്മെൻറ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എയർ ഫ്രിക്ഷൻ അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് വരുന്നത്. സോ വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ? ഇറ്റ്സ് നെഗറ്റീവ്. ക്ലിയർ ആണോ? ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആരും തെറ്റിക്കത്തില്ലല്ലോ. അപ്പം ഏതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് എന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. അത് ഏത് ഡയറക്ഷനിലാണെന്ന് മനസ്സിലാക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് ഡയറക്ഷനാണെന്ന് നോക്കുക. ഒറ്റയടിക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ കാണിച്ച പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിക്ക് കൃത്യമായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അത് വലിയ രീതിയിലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നൊന്ന് ഫിഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും, തെറ്റാതെ എത്താൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, work done by a body against the friction always result in the loss of its dash. നമ്മൾ എന്താ പറ്റുക? വർക്ക് ഡൺ ബൈ എ ബോഡി എഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ. അതായത് ഫ്രിക്ഷൻ കൊണ്ട് നമുക്ക് എന്താ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ എവിടെ എന്താ പറ്റുക? ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ സ്പീഡ് എന്തായിരിക്കും അല്ലെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? കുറയും. വെലോസിറ്റി കുറയുമ്പോൾ അവിടുത്തെ എന്തായിരിക്കും കുറയുന്നത്? ഇസ് ഇറ്റ് എ കൈനറ്റിക് എനർജി ഓർ എ പൊട്ടൻഷ്യൽ എനർജി? ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഒരു ബോള് തറയിലൂടെ ഒന്ന് ഉരുട്ടുകയാണെന്ന് വിചാരിച്ചോ. അവിടെ ഫ്രിക്ഷൻ ഉണ്ട്, വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ ഫോഴ്സ് ഓൺ എ റോളിംഗ് ഒബ്ജക്റ്റ്. വാട്ട് വിൽ ഹാപ്പൻ? അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഗ്രാജുവലി കുറയും അല്ലേ. വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഏത് എനർജിയാണ് കുറയുന്നത്? ഇസ് ഇറ്റ് കൈനറ്റിക് എനർജി ഓർ പൊട്ടൻഷ്യൽ എനർജി? യെസ്, ഇറ്റ്സ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി. ക്ലിയർ അല്ലേ? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് ഇതിങ്ങനെ വെറുതെ ഒന്നും മനസ്സിലാക്കാതെ ഉത്തരത്തിലേക്ക് പോരുത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. വർക്ക് ഡൺ ബൈ എ ബോഡി എഗെയിൻ frictional അല്ലെ against the friction always result in the loss of its kinetic energy. Clear? Derive the expression for the kinetic energy of a body. നമുക്ക് ഇനി എന്ത് വേണം? കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. സിമ്പിൾ ഡെറിവേഷൻ. വാട്ട്സ് ആക്ച്വലി എനർജി? നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ ചെയ്യുന്ന വർക്കാണ് അതിൻ്റെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ 9th onwards അത് പഠിക്കുന്നത് അല്ലേ. എനർജി ഈസ് ആക്ച്വലി ദ വർക്ക് ഡൺ ഓൺ എ ഒബ്ജക്റ്റ്. നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് അതിൻ്റെ എനർജി ആയിട്ട് വരുന്നത്. നൗ കൺസിഡർ, അത് കൈനറ്റിക് എനർജി ആയതുകൊണ്ട് ഐ എം കൺസിഡറിങ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ട് എം മാസുള്ളൊരു ഒബ്ജക്റ്റിനകത്ത്. ഇനീഷ്യലി അറ്റ് യു, ഇനീഷ്യലി അറ്റ് സ്റ്റേബിൾ കണ്ടീഷനാണ്. ഇനീഷ്യലി എന്താണ്? അതൊരു സ്റ്റേബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന് ഞാനൊരു ഫോഴ്സ് കൊടുത്ത് എന്ത് പറ്റി? അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വന്ന് അതിൻ്റെ വെലോസിറ്റി യുന്ന് വിയിലേക്ക് എത്തി. ദാറ്റ് മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി എന്താ? വി ആയിട്ട് എടുത്തു. അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആയിട്ട് എടുത്തു. ഇത്രയും ഒരു ജസ്റ്റ് ഒരു കൺസിഡർ. നമ്മൾ എന്ത് ഡെറിവേഷൻ എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെ കൺസിഡർ ആൻ ഒബ്ജക്റ്റ് വിത്ത് എ മാസ് എം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു ഇൻട്രൊഡക്ഷൻ വേണം. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മിസ് തന്നത്. ഐ എം കൺസിഡറിങ് ആൻ ഒബ്ജക്റ്റ് വിത്ത് മാസ് എം ആൻഡ് വിച്ച് ഈസ് അറ്റ് ദ ഇനീഷ്യലി അറ്റ് ദ റെസ്റ്റ് പൊസിഷൻ ആൻഡ് ഐ അപ്ലൈഡ് എ ഫോഴ്സ് എഫ് and it undergo a displacement in the direction of force and it attained the velocity of v. That's നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ, ഡെറിവേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായി അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം? ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഞാൻ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് കൊണ്ട് അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. സോ ദാറ്റ്സ് എ വർക്ക് അല്ലേ. ആ വർക്കാണ് എന്ത്? ഇവിടുത്തെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ്സ് മൂവിങ് ഒബ്ജക്റ്റ് നോ. സോ ഹിയർ ദ എനർജി ഈസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈസ് ആക്ച്വലി വർക്ക് ഡൺ ആണ് ഒബ്ജക്റ്റ് അല്ലേ. വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ എന്തായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചത്? എഫ് ഡോട്ട് ഡി എസ് ആണ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് കോസ് തീറ്റ, എഫ് എസ് കോസ് തീറ്റ എന്നാണ് നമ്മൾ പഠിച്ചത്. ഹിയർ ദ ഡിസ്പ്ലേസ്മെൻറ്റ്, ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് അപ്ലൈഡ് ഫോഴ്സ് ഇസ് ഇൻ സെയിം ഡയറക്ഷൻ. സോ തീറ്റ, ഇവിടെ വരുന്ന തീറ്റ എന്തായിരുന്നു? 0 ആണ്. കോസ് 0 1 ആയി. ഓക്കെ, സോ ഞാൻ നേരെ എഫ് എസിലേക്ക് അങ്ങോട്ട് പോയാൽ മതി അല്ലേ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. എഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് എഫിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എഫ് ഈസ് ഈക്വൽ ടു എം എ അല്ലേ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓർമ്മയില്ലേ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അതിൽ നിന്ന് നമ്മൾ വന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ റിലേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു എം എ. നമുക്ക് പണ്ടേ അറിയാവുന്ന ഇക്വേഷനാണ് അല്ലേ. ഞാൻ ഈ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഫിന് ഒരു എന്ത് കൊടുത്തു? എം എ എസ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി ലോസ് ഓഫ് മോഷനുള്ള ഒരു ഇക്വേഷൻ എടുക്കുകയാണ് കേട്ടോ. ഏതാ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഗൗതം കൃഷ്ണ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ വന്നു. മോനെ ആലോചിക്കുക. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും?
2as അല്ലേ? എന്താണ് 2as? എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇനീഷ്യൽ കണ്ടീഷൻ u0 ആണ് അല്ലേ? അപ്പോൾ v² എന്തായിരിക്കും? v² is equal to 2as. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് as? as എന്തായിരിക്കും? as ആക്സലേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് v²/2 ആണ്. ആലോചിച്ച് നോക്കിക്കേ, ഇത് തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത് mas. അതിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? asന് പകരം we can substitute v²/2. So what's the equation? mv²/2. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ what will be the answer? half mv². That means kinetic energy is equal to half mv². മിസ് സ്പീഡിലാണ് പറയുന്നതെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾക്ക് യൂട്യൂബിലായതുകൊണ്ട് അത് പോസ് ചെയ്ത് അല്ലെങ്കിൽ വീണ്ടും നമുക്കത് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വീണ്ടും ക്ലാസ് കണ്ട് നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും തറായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ആൻസർ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്ത് അല്ലേ? എളുപ്പമല്ലേ? ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ ഡെയിലി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് കയറി സയൻസിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, CC+ൻ്റെ സയൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ അപ്ഡേഷൻസും ഡെയിലി ഉണ്ടാകുന്ന ക്ലാസ്സിൻ്റെ കാര്യങ്ങളിൽ നോട്ട്സിൻ്റെ കാര്യങ്ങളെല്ലാം ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് തന്നിരിക്കുന്ന ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം കൂടുതൽ കാര്യങ്ങൾ നമുക്കത് അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് മനസ്സിലായി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ക്ലിയർ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Calculate the work done in lifting a body of mass 10 kg to a height of 10 meter above the ground and given g is equal to 10 meter per second square. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി. ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്ത് അല്ലെ മുകളിലേക്ക് ഉയർത്തുന്നു. പൊസിഷൻ പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് പൊസിഷൻ കൊണ്ടിട്ടുന്ന എനർജി എന്തായിരുന്നു അല്ലേ? ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി. ഗൗതം കൃഷ്ണ ഫ്രീ ആണോ മിസ്സേ? ഫ്രീ ആയിട്ടാണോ? ഇപ്പോൾ വരുന്ന ക്ലാസ്സസൊക്കെ എല്ലാം എക്സാം ഓറിയൻറ്റഡ് ആയതുകൊണ്ട് എല്ലാം ഫ്രീ ആണ്, അത് പേയ്മെൻ്റ് ഒന്നുമില്ല. ഇനി നമുക്കിത് ഫ്രീയും പേയ്മെൻറ്റും അതെല്ലാം ഇറ്റ്സ് ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ് ഇപ്പോഴും നിങ്ങളതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരുപാട് അടിപൊളി ക്ലാസ്സസ് ഉണ്ട്. സയൻസ് ഓരോ സബ്ജക്റ്റ് കഴിഞ്ഞ ദിവസം കെമിസ്ട്രിയുടെ അടിപൊളി ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാനും കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ലിങ്കിലൂടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇതെന്താ? ഒബ്ജക്റ്റ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് എടുത്തുയർത്താണ് അല്ലേ? അവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അത് എന്ത് എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇറ്റ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ അല്ലെ? പൊസിഷൻ കൊണ്ട് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. സോ ഒരു ഒബ്ജക്റ്റിനെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് നമ്മൾ എടുത്തുയർത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. സോ നമ്മളവിടുത്തെ വർക്ക് ഡൺ എന്തായിരുന്നു? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു mgh. നമ്മൾ കുഞ്ഞ് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ m×g×h ആണ്. വേർ m ഈസ് ദ മാസ്, g ഈസ് ദ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് h ഈസ് ദ ഹൈറ്റ്. ഇവിടെ എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ മാസ്? 10 കിലോഗ്രാം മാസ് ആണ്. പിന്നെയോ ഹൈറ്റ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ആൻഡ് g വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ എന്ത് വരും? 10 × 10 × 10. ദാറ്റ് മീൻസ് ദ ആൻസർ ബിക്കം 1000 ജൂൾ. ഇറ്റ്സ് വർക്ക് ഡൺ. എനർജിയുടെ യൂണിറ്റ് എന്താ? ജൂൾ ആണ് അല്ലേ? അപ്പോൾ ഉത്തരത്തിലേക്ക് എത്തി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എളുപ്പമല്ലേ ഇത്? കണ്ണൻ BB വെരി ഗുഡ്, മിടുക്കനാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റിലല്ല, അതിനേക്കാളും മുന്നേ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഉണ്ട്, വർക്ക് എനർജി തിയറം. നമ്മുടെ ഈ ഒരു എക്സാമിൽ ഏതൊരു എക്സാം, നമ്മുടെ ബോർഡ് എക്സാമിൽ HSCയുടെ ബോർഡ് എക്സാം ആകുമ്പോൾ ശ്രദ്ധിക്കുക, +1 ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് വർക്ക് എനർജി തിയറം. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തവണ വർക്ക് എനർജി തിയറം ചോദിച്ചിട്ടുണ്ട്. അത് ഒരൊറ്റ ക്വസ്റ്റ്യൻ അല്ല, പല ക്വസ്റ്റിൻ്റെ ഇടയിൽ സബ് ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഇടയിൽ ഒരു ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് പല ഇതിനകത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റേറ്റ് വർക്ക് എനർജി തിയറം. അതിന് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സോ നമുക്കത് എന്താണെന്ന് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് വർക്ക് എനർജി തിയറം? Says in kinetic energy of a particle is equal to the work done on it by the net force. നമ്മളൊരു ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന എന്ത് ഫോഴ്സും അതിൻ്റെ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ വർക്ക് ഡൺ. നെറ്റ് വർക്ക് ഡണിന് ഈക്വൽ ആണ്. ദാറ്റ്സ് എ എനർജി വർക്ക് എനർജി തിയറം. കൊടുക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. വർക്ക് എനർജി തിയറം ആ വേർഡിൽ തന്നെയാണ് അല്ലേ?
the change in kinetic energy of a particle is equal to the work done on it by the net force. This is the work energy theorem. It's very important. ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് വർക്ക് എനർജി തിയറം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൾസോ. ഓക്കെ, അത് പഠിച്ചിരിക്കുക കേട്ടോ. വർക്ക് എനർജി തിയറത്തായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ്. വർക്ക് എനർജി തിയറം ഇംപ്ലൈസ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കുറച്ച് കിട്ടുന്ന 3 പോയിന്റ്സ്? വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തു എന്നർത്ഥം. വർക്ക് അല്ലേ, നോക്കിക്കേ, ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് പോസിറ്റീവ്. അവിടെ വന്നിരിക്കുന്ന വർക്ക് ഡൺ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദെൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇൻക്രീസസ്. If the work is negative, that means the kinetic energy decrease ചെയ്തു. If the work 0 ആണെങ്കിൽ എന്താ? അവിടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ആവാം. ദാറ്റ് മീൻസ് യൂണിഫോം മോഷനിലാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഇതെല്ലാം അതിൻ്റെ കൺക്ലൂഷൻസ് ആണ്. അതല്ലെങ്കിൽ അതിൽ നിന്ന് വർക്ക് എനർജി തിയറത്തിൽ നിന്ന് കിട്ടുന്ന 3 പോയിന്റ്സ് ആണ്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു, വർക്ക് നെഗറ്റീവ് ആണെങ്കിൽ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് എന്താണ്? ഈസ് 0 ആണെങ്കിൽ എന്താ? നോ ചേഞ്ച് ആണെങ്കിൽ എന്താ? അതിൻ്റെ അർത്ഥം കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ആണ് എന്നർത്ഥം. ഓക്കെ, ദാറ്റ്സ് 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. രാജു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് എ മൂവിങ് മാസ് 50 കിലോഗ്രാം ഫ്രം 2 meter per second to 4 meter. ഒന്നുകൂടി വായിക്കാം. രാജു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് എ മൂവിങ് മാസ് 50 കിലോഗ്രാം ഫ്രം 2 meter per second to 4 meter per second. എന്താ ചെയ്തേക്കണേ? രാജു തന്നിരിക്കുന്ന എന്താണ്? ഒരു മാസ് തന്നിട്ടുണ്ട്. 50 കിലോഗ്രാം ഉള്ളൊരു മാസ് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്തായിട്ട് മാറ്റി? 2 meter per second നിന്നും 4 meter per second ഉയർത്തി അല്ലേ? തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് എഴുതാം. എം എന്താണ്? എം ഈസ് ഈക്വൽ ടു 50 കിലോഗ്രാം ആണ്. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ സിമ്പിൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഏത് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്? യു. ഇനീഷ്യൽ വെലോസിറ്റി ഇറ്റ്സ് യു. യു ഈസ് ഈക്വൽ ടു 2 meter per second and the final velocity v is equal to 4 meter per second. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, how much force will be required if the velocity change take place within 0.2 second? അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള ടൈം എത്ര തന്നിരിക്കുന്നത്? 0.2 സെക്കൻഡിനുള്ളിൽ ഈ വെലോസിറ്റി ചേഞ്ച്, ഇത്രയും വെലോസിറ്റി ചേഞ്ച് നടന്നാൽ ഹിയർ ഹൗ മച്ച് ഫോഴ്സ് വിൽ ബി റിക്വയർ? ഇവിടെ വരുന്ന ഫോഴ്സ് എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ വരുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്ര ഫോഴ്സ് കൊടുത്താലാണ് 50 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് 2 meter per second സ്പീഡിൽ നിന്നും 4 meter per secondലേക്ക് വെറും 0.2 സെക്കൻഡ് കൊണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക? അവിടെ കൊടുക്കുന്ന ഫോഴ്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എന്താ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ അറിയാലോ. F is equal to MA. F is equal to MA ആണ്. ആൻഡ് ആക്സലറേഷൻ ഇക്വേഷൻ എന്താണ്? V minus U by T അല്ലേ? ആക്സലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്സലറേഷൻ is equal to V minus U by T. എല്ലാം തന്നിട്ടുണ്ടോ? എം തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? എം എന്തെന്ന് വന്നു? M 50 ആണ്. വി തന്നിരിക്കുന്നത് 4 ആണ്. ആൻഡ് U 2 ആണ്. ഡിവൈഡ് ബൈ 0.2 ചെയ്ത് നോക്കിക്കേ. ആൻസർ എന്ത് വരും? 50 into 2 ഡിവൈഡ് ബൈ 0.2. ദ ആൻസർ എന്ത് വന്നു? ആൻസർ 500 ന്യൂട്ടൺ. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. ഇത് കണ്ട ഡിവൈഡ് ചെയ്ത് ഇതിനെന്താ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്ത് വരുമ്പം പോയിന്റ് എല്ലാം മാറും. അവസാന ആൻസർ എന്താ? 500 ജൂൾ. ഞാനിവിടെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത് ആ പോയിന്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയായിരുന്നു കേട്ടോ. ഓക്കെ, സോ ആൻസർ എന്താ വന്നു? 500 ന്യൂട്ടൺ. ആൻഡ് ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ രാജു? ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് ഇനി കണ്ടുപിടിക്കണം. എത്ര വർക്ക് ചെയ്തു? നമ്മൾ പറഞ്ഞില്ലേ വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഇസ് എ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ദാറ്റ്സ് എ വർക്ക്. അതാണ് വർക്ക് എനർജി തിയറത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും വർക്ക് ഡൺ. അപ്പോൾ എന്താ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വന്നാലേ വർക്ക് എനർജി തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയി. സോ ഹിയർ ദ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. വർക്ക് ഡൺ ഇസ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ദാറ്റ് മീൻസ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² അല്ലേ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആകുമ്പം ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി വിൽ ബി ദ വർക്ക് ഡൺ. ദാറ്റ് മീൻസ് ഹാഫ് mv² മൈനസ് ഹാഫ് mu².
കോമൺ ആയിട്ടുള്ളത് ഹാഫ് എമ്മും കോമൺ ആണ്. സോ അത് ഞാൻ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുകയാണ്. ഹാഫ് എം പുറത്തേക്ക് എടുത്തു. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. വാല്യൂസ് ഒന്ന് കൊടുത്താൽ ഉത്തരത്തിലേക്ക് എത്തും അല്ലേ? എന്ത് വരും? 1/2. എമ്മിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മാസ് 50 ആണ്. ആൻഡ് വി ഫൈനൽ വെലോസിറ്റി ഈസ് 4 അല്ലേ? 4 സ്ക്വയർ മീൻസ് 16. ആൻഡ് യു എന്ന് പറയുന്ന 2 ആണ്. 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? ചെയ്ത് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താം അല്ലേ? എന്ത് വന്നു ആൻസർ? മൈച്ചളയാണ് കേട്ടോ ആൻസർ. ഓക്കെ, ആൻസർ എന്തോന്നു? 300 ജൂൾ. 300 ജൂൾ. ക്ലിയർ ആണോ? നമ്മളിവിടെ ഫോഴ്സ് കണ്ടുപിടിച്ചു. അത് മാത്രമല്ല, പിന്നെ എന്താ കണ്ടുപിടിച്ചത്? വർക്ക് ഡൺ കണ്ടുപിടിച്ചു. ഇവിടെ വർക്ക് ഡൺ കണ്ടുപിടിച്ചത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ. വർക്ക് എനർജി തിയറം, അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ വർക്ക് ഡൺ കണ്ടുപിടിച്ചത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അല്ലേ? അപ്പം നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വർക്ക് എനർജി തിയറം. ഇതാ ഇപ്പം പറഞ്ഞേലേ ഉള്ളൂ, സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഇത് പല ക്വസ്റ്റിനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ് കേട്ടോ. എന്താണ് വർക്ക് എനർജി തിയറം? വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ദാറ്റ് ദ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നമ്മൾ കൊടുക്കുന്ന വർക്കാണ് അതിൻ്റെ കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെയോ ഷോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈസ് completely converted into kinetic energy during its free fall under gravity. അതെന്താ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലോ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ലോ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ലോ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് കൊടുക്കാം അല്ലേ? നമ്മളൊരു ഒബ്ജക്റ്റ് മുകളിലിരിക്കുന്ന ഒബ്ജക്റ്റ് താഴേക്ക് വീഴുമ്പോൾ എന്താ പറ്റുക? മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പം പൊട്ടൻഷ്യൽ എനർജി കുറയുകയാണല്ലേ? ആൻഡ് ഈ അണ്ടർ ദ ഫ്രീ ഫോൾ ആണെങ്കിൽ എന്താ? പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ? എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നമുക്ക് മാറ്റാനേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പല രീതിയിലും ഈ ഒരു ക്വസ്റ്റ്യൻ വരും. ഞാനൊരു ക്വസ്റ്റ്യൻ ഒരു ഫോമാറ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റ് ഇല്ല. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന ഡെറിവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. റെഡിയല്ലേ എല്ലാവരും? ഞാൻ ലേറ്റായി മിസ്. ബാഡ് ഗേൾസ് ഒന്നും വേണ്ട കേട്ടോ, ഗുഡ് ഗേൾസ് മതി. ഒരു കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് ക്ലാസ്സിൽ കയറാം കേട്ടോ. ഓക്കെ, എനിവേ എന്താണ് വർക്ക് എനർജി തിയറി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണേ. ഓക്കെ, അതിനുവേണ്ടി മിസ് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് എടുത്തിരിക്കാം. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒരു ഒബ്ജക്റ്റ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ്, നമ്മുടെ ഒരു ഗ്രൗണ്ടിൽ നിന്നും, ഇത് ഗ്രൗണ്ടാന്ന് വിചാരിക്കാം, ഗ്രൗണ്ടിൽ നിന്നും ഏകദേശം h എന്ന് പറഞ്ഞ ഹൈറ്റ് ഉയരത്തിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഓക്കെ, ആൻഡ് അതെന്താ? ഇറ്റ് അണ്ടർഗോ ഫ്രീലി ഫോളിങ്, താഴേക്ക് അങ്ങ് വീഴുക അല്ലേ? ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആൻഡ് അത് സ്റ്റേബിൾ കണ്ടീഷനാണ്. അത് റെസ്റ്റ് ആണെന്ന് വിചാരിക്കാം കേട്ടോ. റെസ്റ്റിൽ നിന്ന് നേരെ താഴേക്ക് വീഴുകയാണെങ്കിൽ എന്താ പറ്റുക? യെസ്, റെഡി മാം. ഓക്കെ, ബാഡ് ഗേൾസ് ഗുഡ് ഗേളായി, കുഴപ്പമില്ല അല്ലേ? ഓക്കെ, കൈനറ്റിക് എനർജി താഴേക്ക് പോകുന്നതനുസരിച്ച് എന്താ? കൂടുമല്ലേ? അപ്പം നമുക്ക് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എന്താണ് അതിൻ്റെ റിലേഷൻ, അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തു. അതിൻ്റെ പൊസിഷൻ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തു. ഏകദേശം ഒരു ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിലുള്ള ടോട്ടൽ എനർജി എന്താണെന്ന് കണ്ടുപിടിക്കണം. സി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ എനർജി എത്രയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അറ്റ് ദ പോയിന്റ് എയിലെ ടോട്ടൽ എനർജി എത്രയായിരിക്കും, അറ്റ് ദ പോയിന്റ് ബിയിൽ ടോട്ടൽ എനർജി എത്രയായിരിക്കും, ആൻഡ് അറ്റ് ദ പോയിന്റ് സിയിൽ ടോട്ടൽ എനർജി എത്രയായിരിക്കും കണ്ടുപിടിക്കാം. സോ നമുക്കറിയാം total energy means it's a sum of potential energy and kinetic energy. So let it be at the point A എന്ന പോയിന്റിൽ what will be the total energy? പേര് മാറ്റി മിസ്സേ, ഗുഡ് ഗേൾസ്, കൊള്ളാൽ എത്ര പെട്ടെന്ന് ചെയ്തോ, അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. എ എന്ന് പറഞ്ഞ പോയിന്റിൽ ടോട്ടൽ എനർജി നോക്കാം കേട്ടോ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അറ്റ് ദ പോയിന്റ് ഏറ്റവും അടിപൊളി അല്ലേ, ഏറ്റവും മുകളിൽ നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഇടയ്ക്ക് വായിക്കാനായിട്ട് നല്ല രസം തോന്നുന്നുണ്ട്. ഇനി നമ്മുടെ പോർഷനിലേക്ക് പോകണേ. അറ്റ് ദ പോയിന്റ് എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സ് ആണല്ലേ, ഏറ്റവും ഹൈറ്റിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. പക്ഷേ ഇവിടെ കൈനറ്റിക് എനർജി ഉണ്ടോ? അറ്റ് ദ റെസ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് മുകളിൽ റെസ്റ്റിൽ വെച്ചിരിക്കുന്നു, എന്നിട്ടാണ് താഴേക്ക് പോകുന്നത്. സോ അറ്റ് ദ പോയിന്റ് എ ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് mgh. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് ഇറ്റ്സ് mgh. പൊട്ടൻഷ്യൽ എനർജി ഈസ്
mgh. And what will be the kinetic energy at the point A? At the point A, u is equal to 0. u അല്ലെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആണ്. വെലോസിറ്റി 0 ആണെങ്കിൽ kinetic energy ഉണ്ടാവോ? ഇല്ല. kinetic energy എന്താണ്? 0 ആണ്. So kinetic energy is 0, but the potential energy is mgh. The total energy is mgh. Equation number 1 കൊടുത്തു. ആൻഡ് അറ്റ് ദ പോയിന്റ് ബി നമ്മൾ എടുക്കാൻ പോവാണേ. പോയിന്റ് ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ അതായത് ഈ ഒബ്ജക്റ്റ് ഏകദേശം ഇവിടുന്ന് ഒരു ഇങ്ങോട്ട് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എടുത്തു. അതായത് എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റിൽ നിന്നും എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽ ചെയ്തു ഒബ്ജക്റ്റ് ബിയിലെത്തി. ഓക്കെ, എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽ ചെയ്തു ഒബ്ജക്റ്റ് ബിയിലെത്തി കഴിഞ്ഞാൽ എന്താണ്, അവിടെ ആ ഒബ്ജക്റ്റിൻ്റെ ഒരു ടോട്ടൽ എനർജി ഉണ്ട്, വിച്ച് ഈസ് ഓൾസോ ദ സം ഓഫ് kinetic energy and potential energy. അപ്പോൾ അവിടുത്തെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ പോവാണേ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ. ഇനി രണ്ടാമത് റിപ്പീറ്റ് അവിടെ എഴുതുന്നില്ല മിസ് കേട്ടോ. ഹാഫ് എം വി സ്ക്വയർ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ എനർജിയോ എം ജി എച്ച് ആണല്ലേ. എം ജി എച്ച് നോക്കിക്കേ, ആ ഒരു ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണ്? ഇതാ നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എച്ച് ഹൈറ്റ് ഉണ്ട്. എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽ ചെയ്തു. അതായത് ഈ ഒബ്ജക്റ്റ് ഇത്രയും ദൂരം എത്രയായിരിക്കും? എച്ച് മൈനസ് എക്സ് ആയിരിക്കില്ലേ? ഡൗട്ട് ഉണ്ടോ അത്? എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എച്ച് എടുത്തു. ആൻഡ് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് അത് ട്രാവൽ ചെയ്തു, ബിയിലെത്തി. സോ ഗ്രൗണ്ടിൽ നിന്നും എത്ര ഉയരത്തിലാണ് ബി ഇരിക്കുന്നത്? എച്ച് മൈനസ് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റിലാണ്, അല്ലെങ്കിൽ അത്രയും ഹൈറ്റിലാണ് ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അല്ലേ? ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എച്ച് മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റിലാണ്. സോ ഞാനവിടെ എം ജി എച്ച് ആണ് പൊട്ടൻഷ്യൽ എനർജി. എം ജി എച്ച്. എച്ച് ഈസ് ദ ഹൈറ്റ്. ബി എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ എത്തുമ്പോൾ ഉള്ള ആ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് മൈനസ് എക്സ് ആണ്. എച്ച് മൈനസ് എക്സ് ആണ്. ക്ലിയർ? ഇനി നമുക്ക് എന്ത് വേണം? എം വി സ്ക്വയർ. എം വി സ്ക്വയറിൻ്റെ ടേം ഒന്ന് മാറ്റണം. എങ്ങനെ എം വി സ്ക്വയർ ആവും? നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as അല്ലേ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഈ എ ബിയിലേക്ക് വരുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. ദേ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. വേഗം തന്നെ എല്ലാവരും ഗ്രൂപ്പിൽ കയറി അല്ലെങ്കിൽ തന്നിരിക്കുന്ന ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇതുമായിട്ട് ഇനി വരുന്ന നമ്മുടെ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ക്ലാസ്സസും വീഡിയോസും നോട്ട്സും എല്ലാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് വരുന്ന കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, എല്ലാ സബ്ജക്റ്റും. ഓക്കെ, സയൻസ് ആകുമ്പോൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് നോട്ട്സും വീഡിയോ ക്ലാസ് എല്ലാം വരുന്നതാണ്. അപ്പം ടൈം കളയേണ്ട, ഒന്ന് ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഈ ഒരു ഇക്വേഷൻ എ ബി വരുന്ന ആ ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുകയാണ്. അവിടെ വരുന്ന കൈനറ്റിക് എനർജിയുടെ ഒരു കൺസെപ്റ്റിൻ്റെ ഇക്വേഷൻ എത്താൻ വേണ്ടിയാണ് കേട്ടോ. ഹിയർ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? 0 ആയതുകൊണ്ട് എന്താ? u 0 ആണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as ആണ്. ഡൗൺവേർഡ് ഡയറക്ഷൻ ആണല്ലേ വരുന്നത്. ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ? എക്ക് പകരം എന്ത് കൊടുക്കാം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. എ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജി കൊടുത്തു. എസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ വന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് മീൻസ് എന്താ പറഞ്ഞിരുന്നത്? എക്സ് ആണല്ലേ. എയിൽ നിന്നും ബിയിലേക്ക് വരാനുള്ള ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണെങ്കിൽ എസിന് പകരം എന്ത് കൊടുക്കാൻ പറ്റും? എക്സ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാം. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2gx ആയി. 2gx. സോ ഞാൻ വി സ്ക്വയറിന് പകരം ഈ തന്നിരിക്കുന്ന വി സ്ക്വയറിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ക്ലിയർ അല്ലേ? വി സ്ക്വയറിന് പകരം 2gx എന്ന വാല്യൂ നമ്മുടെ ഈ കണ്ടീഷനിൽ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എന്ത് വന്നു? ഹാഫ് എം. വി സ്ക്വയറിനോട് എന്ത് കൊടുത്തു? 2gx അല്ലേ. പ്ലസ് ബാക്കിയുള്ള പോലെ തന്നെ എം ജി എച്ച് മൈനസ് എം ജി എക്സ്. ബിക്കോസ് ബ്രാക്കറ്റിനുള്ളിലേക്ക് എം ജി കൊടുത്തു. എം ജി എച്ച് മൈനസ് എം ജി എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ദാറ്റ്സ് മറ്റ്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഇതെന്താ? ഇവിടെ 2 ക്യാൻസൽ ചെയ്തു. ഇനി എന്താ ഉള്ളത്? എം ജി എക്സ് എന്ന് പറഞ്ഞ ടേം മാത്രമേ ഉള്ളൂ അല്ലേ. സോ എം ജി എക്സ് വന്നു പ്ലസ് എം ജി എച്ച് ഉണ്ട് മൈനസ് എം ജി എക്സ്. പ്ലസ് എം ജി എക്സ് ഉണ്ട് മൈനസ് എം ജി എക്സ് ഉണ്ട്. ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ ഞാൻ?
എല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ ക്യാൻസൽ ചെയ്തു. സോ ടോട്ടൽ എനർജി എന്ത് വന്നു? mgh. അതായത് നമ്മൾ ടോട്ടൽ എനർജി ഇപ്പോൾ ചോദിച്ചതിൻ്റെ ഉത്തരമായി. എന്താണ്? ഷോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ഡ്യൂറിങ് ഫ്രീലി ഫോൾ അണ്ടർ ഗ്രാവിറ്റി. താഴേക്ക് വീഴുമ്പം നമുക്ക് ആദ്യത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് ഡൗൺവേർഡ് പോയാൽ അല്ലെങ്കിൽ താഴേക്ക് മൂവ് ചെയ്താലും ഇതെന്തായിട്ട് മാറും? കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്യുന്നു. അതിൻ്റെ ആ സ്റ്റെപ്പിലേക്ക് എത്തി, mgh എത്തി. ഇനി അവസാനത്തെ പോയിന്റ് എന്നാ? സി എന്ന് പറഞ്ഞൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാലുള്ള ടോട്ടൽ എനർജി നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? സി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പം ടോട്ടൽ എനർജി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സി ഗ്രൗണ്ടിലാണ് അല്ലേ? ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പോയിന്റ് അല്ല, ഏറ്റവും താഴെയാണ്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? സി എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി 0. അവിടെ കൈനറ്റിക് എനർജി ഉള്ളു. എത്തുന്നതിന് തൊട്ട് മുന്നേ അല്ലേ, വന്ന് നിൽക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. മൂവ് ചെയ്ത് ഏറ്റവും മാക്സിമം എനർജി എത്തുന്നത് മുട്ടുന്നതിന് തൊട്ട് മുന്നുള്ള ഒരു അവസ്ഥ, ഏറ്റവും കൂടുതൽ വെലോസിറ്റി അതിന് ഉണ്ടാവും അല്ലേ? സോ അവിടെ അത് മാത്രമേ ഉള്ളൂ. അത് എത്രയാണ് അതും കൂടി കണ്ടുപിടിക്കണം അല്ലേ? അറ്റ് ദ പോയിന്റ് സി ഞാൻ ഇവിടുത്തെ കുറച്ച് മായ്ച്ചു കളയാണേ. എയിലെയും ബിയിലെയും mgh ആണെന്ന് മനസ്സിലായി. ഇനി സിയിലെയും കൂടി കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അറ്റ് ദ പോയിന്റ് സിയിൽ എന്താണ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഹിയർ ദ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. കൈനറ്റിക് എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ½ mv² ആണ് അല്ലേ? ½ mv² ആണ്. അതായത് ഈ ഒബ്ജക്റ്റ് എത്രയാ? ഇവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയുടെ ഇതേപോലെ തന്നെ നമുക്ക് ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ഇവിടെ എന്താണ് നമ്മൾ പഠിച്ചു? v² - u² = 2as ആണ്. അത് സി എന്ന പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ വി എന്തായിരിക്കും? v² = 2g ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് എന്ത് വരും? ഇവിടെ ഇരുന്ന ഒബ്ജക്റ്റ് എത്രയും ഡിസ്പ്ലേസ്മെന്റ് വന്നു? h ഡിസ്പ്ലേസ്മെന്റിൽ എത്തി. എത്രയും ട്രാവൽ ചെയ്തു? എന്തായിരുന്നു അവിടുത്തെ ഹൈറ്റ്? അത്രയും ഹൈറ്റ് അത് താഴേക്ക് ട്രാവൽ ചെയ്താൽ അത്രയും ദൂരം താഴേക്ക് ട്രാവൽ ചെയ്തു. ദാറ്റ് മീൻസ് ദ ഡിസ്പ്ലേസ്മെന്റ് എന്ത് വന്നു? h തന്നെ വന്നു. 2gh. v² become 2gh. എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ല? നമ്മുടെ ആ കണ്ടീഷനിൽ കൊടുത്തു. എ എന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടുപിടിച്ചു, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടുപിടിച്ചു, സിയിലെ പോയിന്റ് കണ്ടുപിടിക്കുന്നു അല്ലേ? സോ വാട്ട് ഈസ് v² = 2gh. സോ ദ വാല്യൂ ½ m. v² ന് പകരം 2gh കൊടുത്തു. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. എഗെയിൻ നമുക്ക് എന്ത് വന്നു? mgh. ക്ലിയർ അല്ലേ? ഇക്വേഷൻ നമ്പർ 3. എയിൽ നോക്കിയപ്പം mgh ആണ്, ബിയിൽ നോക്കിയപ്പോഴും mgh ആണ്, സിയിൽ വന്നപ്പോഴും mgh ആണ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ് ലോ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. അല്ലെങ്കിൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി കൺവേർഷനെല്ലാം പല രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് question. Energy of body is definitely as its capacity of doing work. Energy of a body is defined as its capacity of doing work. എനർജി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് അല്ലേ? The energy possessed by a body by virtue of its motion is called. മോഷൻ കൊണ്ട് ഉണ്ടാകുന്ന എനർജി ഏതായിരിക്കും? യെസ്, കൈനറ്റിക് എനർജി. മോഷൻ കൊണ്ട് കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. പൊസിഷൻ കൊണ്ടുള്ള എനർജിയോ എന്തായിരിക്കും? ഇറ്റ്സ് പൊസിഷൻ കൊണ്ട് കിട്ടുന്ന എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി അല്ലേ? ആഫ്റ്റർ ഓൾ എനിക്ക് ബെസ്റ്റ് ക്ലാസ് കിട്ടി, അത് കറക്റ്റ് ടൈമിൽ. താങ്ക് യു CC+. അടിപൊളി. താങ്ക് യു CC+. അല്ലേ? അടിപൊളി. CC+ ഉള്ളതുകൊണ്ടാണല്ലേ ഇങ്ങനത്തെ ഒരു കറക്റ്റ് ടൈമിൽ ഒരു ക്ലാസ് കിട്ടുന്നത്. ഇതുപോലെയല്ല, ഇത് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സബ്ജക്റ്റും എല്ലാ ക്ലാസ്സും ഇതിനു മുമ്പും ഫിസിക്സിൻ്റെ ക്ലാസ്സസ് വേറെ ടീച്ചേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. ആ ഓരോ ക്ലാസ്സും വീണ്ടും റിപ്പീറ്റ് എടുത്ത് കാണുക. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറേ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, എല്ലാവരോടും കൂടി പറയാൻ കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മുടെ CC+ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം. മുമ്പ് ഉണ്ടായിരുന്ന ക്ലാസ്സസൊക്കെ വളരെ കുറഞ്ഞ ടൈമിൽ നമുക്കിത് കണ്ട് പഠിക്കാനും പറ്റും. ഓക്കെ, kinetic energy. And big question, a body of mass 5 kg initially at rest is subjected to a horizontal force of 20 Newton. What is the kinetic energy acquired by the body at the end of 10 seconds? Next question വരിക. എന്താ question? A body of mass എന്നിട്ടുണ്ട് 5 kg initially at rest is subjected to a horizontal force of
20 ന്യൂട്ടൺ ഫോഴ്സ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫോഴ്സ് 20 ന്യൂട്ടൺ ആണ്, എഴുതാം അല്ലേ. എം ഇസ് ഈക്വൽ ടു 5 കിലോഗ്രാം. ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ദ ബോഡി അറ്റ് ദ എൻഡ് ഓഫ് 10 സെക്കൻഡ്. എന്ത് കണ്ടുപിടിക്കണം? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. ടൈം തന്നിരിക്കുന്നത് എന്താണ്? അറ്റ് ദ എൻഡ് ഓഫ് 10 സെക്കൻഡ്. എങ്ങനെ കണ്ടുപിടിക്കും കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഫോഴ്സ് അറിയാം, മാസ് ഉണ്ട്, ടി ഉണ്ട്. പിന്നെ എന്താ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും കൈനറ്റിക് എനർജി? ഉത്തരത്തിലേക്ക് വന്നല്ലേ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഫോഴ്സ് തന്നിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു എം എ ആക്സിലറേഷൻ ആണ്. നമുക്ക് വേണ്ടത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പം വി വേണം അല്ലേ. വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി തന്നിട്ടില്ല, പക്ഷെ അതിനൊരു ക്ലൂ ആയിട്ട് ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ്, മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് എയുടെ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. എഫ് ഈസ് ഈക്വൽ ടു എം. എയുടെ ഇക്വേഷൻ എന്താ? വി മൈനസ് യു ബൈ ടി. ഇതിനൊരു ചെറിയ ക്ലൂ ഉണ്ട്. ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. നമ്മളൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. ഇവിടെ എന്തൊക്കെ ക്ലൂസ് തന്നിട്ടുണ്ട്. മീൻസ് ഇപ്പം ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഞാനത് എടുത്തെടുത്ത് നമ്മൾ നോക്കും. മാസ് തന്നിട്ടുണ്ട്, ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വി ഇല്ല, വെലോസിറ്റി ഇല്ല, പക്ഷെ വി കണ്ടുപിടിക്കാനുള്ള ഹിൻസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് വേണം ഉത്തരത്തിലേക്ക് പോകാനായിട്ട്. പിന്നെന്താണ് തന്നിരിക്കുന്നത്? വി അറിയില്ല, വി കണ്ടുപിടിക്കാനുള്ള ഹിൻ്റാണ് അവിടെ ഫോഴ്സ്. യു 0 ആണ്. അപ്പം യു കൂടി നമുക്ക് എഴുതാം അല്ലേ. യു എന്നാണ് 0 ആണ്. സോ എഫിൻ്റെ ഇക്വേഷനിൽ നമ്മളത് കൊടുത്തു. വിയുടെ ഇക്വേഷനായിട്ട് ഇത് കൺവേർട്ട് ചെയ്യണം അല്ലേ. എങ്ങനെ? യു 0 ആണ്. അപ്പോൾ ഈ ഒരു ടേം 0 ആയിട്ട് മാറി. സോ വാട്ട് വിൽ ബി വി? വി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ഇൻറ്റു ടി ബൈ എം. ദാറ്റ്സ് വി. എഫ് ഇൻറ്റു ടി ബൈ എം ഈസ് വെലോസിറ്റി. വാല്യൂ ഇവിടെ കൊടുത്താൽ പോരെ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനായി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി. വി എന്താണ് തന്നിരിക്കുന്നത്? എഫ് ഇൻറ്റു ടി ബൈ എം ഹോൾ സ്ക്വയർ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. വാല്യൂ ഒന്ന് എഴുതി വാല്യൂസ് കൊടുത്താൽ മാത്രം മതി. ടി ബൈ എം ഹോൾ സ്ക്വയർ. എന്ത് വന്നു? എം തന്നിരിക്കുന്നത് 5 ആണ്. 5 ആണ്. ടിയുടെ ഫോഴ്സ് എന്ന് പറയുന്നത് 20 ആണ്. 20 ഇൻറ്റു ടൈം അറ്റ് ദ എൻഡ് ഓഫ് 10 സെക്കൻഡ് ഡിവൈഡ് ബൈ എം. അഗെയിൻ എം 5 ആണ്, ഹോൾ സ്ക്വയർ. ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും 4000 ജൂൾ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കാൽക്കുലേറ്റർ ദാ കൊടുത്ത് ഉത്തരത്തിലേക്ക് എത്താം അല്ലേ. നമുക്ക് ബോർഡ് എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം എന്നതുകൊണ്ട് ഉത്തരം ദാ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാൻ എ ബോഡി ഹാവ് എനർജി വിത്തൗട്ട് മൊമെൻറ്റം? മൊമെൻറ്റം ഇല്ലാതെ എനർജി ഉണ്ടാവുമോ? ക്യാൻ എ ബോഡി ഹാവ് എനർജി വിത്തൗട്ട് മൊമെൻറ്റം? അപ്പോൾ എന്താണ് മൊമെൻറ്റം എന്ന് പറയണം അല്ലേ. വാട്ട് ഈസ് മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂവിങ് ഒബ്ജക്റ്റിന് മാത്രമുള്ള ഒരു നേച്ചറാണ് മൊമെൻറ്റം. പി എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ടാണ് ലീനിയർ മൊമെൻറ്റത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലീനിയർ മൊമെൻറ്റം ഇസ് വാട്ട്? പി എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ടാണ്. പി ഈസ് ഈക്വൽ ടു എം വി. മൂവിങ് ഒബ്ജക്റ്റ്, എം മാസ് ഉള്ളൊരു ഒബ്ജക്റ്റ് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ ദാറ്റ്സ് എ മൊമെൻറ്റം. എം പി ഈസ് ഈക്വൽ ടു എം വി ഈസ് എ മൊമെൻറ്റം. മൂവ് ചെയ്തുകൊണ്ടാൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? മൊമെൻറ്റം ഉണ്ടാവുള്ളൂ. സ്റ്റേഷനറി ആണെങ്കിൽ മൊമെൻറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം, റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. ഇറ്റ്സ് എൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. റെസ്റ്റിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്, അതിന് മൊമെൻറ്റം ഉണ്ടാവണോ? ഇല്ല, മൊമെൻറ്റം ഉണ്ടാവണില്ല. പക്ഷേ അതിനെന്തുണ്ട്? എനർജി ഉണ്ട്. സോ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ക്യാൻ എ ബോഡി ഹാവ് എനർജി വിത്തൗട്ട് മൊമെൻറ്റം? ഒരു ഒബ്ജക്റ്റ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലിരിക്കണമെങ്കിൽ മൊമെൻറ്റം ഇല്ല, പക്ഷേ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലെങ്കിൽ എനർജി ഉണ്ട്. സോ ആൻസർ എന്തായിരിക്കും? യെസ്. എ ബോഡി അറ്റ് റെസ്റ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഹൈറ്റ് എന്താണ്? ഹാവിങ് എ പൊട്ടൻഷ്യൽ എനർജി. അതിനൊരു പൊട്ടൻഷ്യൽ എനർജി mgh ഉണ്ട്, പക്ഷേ അതിനകത്ത് മൊമെൻറ്റം ഉണ്ടാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ എ ബോഡി ഹാവ് മൊമെൻറ്റം വിത്തൗട്ട് എനർജി? എനർജി ഇല്ലെങ്കിൽ എന്താ? മൊമെൻറ്റോ ഇല്ല. ബിക്കോസ് ഒബ്ജക്റ്റ് മൂവിങ് ഒബ്ജക്റ്റിന് മാത്രമാണ് എന്തുള്ളത്? മൊമെൻറ്റോ ഉള്ളത്. മൂവിങ് വിത്ത് വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രം, വി വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ മാത്രമാണ് അതിന്
എന്തുള്ളൂ? മൊമെൻ്റ് ഉള്ളൂ, അതായത് കൈനറ്റിക് എനർജി വേണം. സോ ഇപ്പോൾ ഈ ചോദ്യം എന്താണ്? മൊമെൻ്റ് ഉണ്ടാവോ? എനർജി ഇല്ലെങ്കിൽ മൊമെൻ്റ് ഉണ്ടാവോ? ഇല്ല. നോ. ഇഫ് ദ ബോഡി ഹാസ് if the body has the momentum, it has energy. മൊമെൻ്റ് ഉണ്ടെങ്കിൽ എനർജി ഉണ്ട്. ഓക്കെ. മൊമെൻ്റ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? മൊമെൻ്റ് ഇല്ലെങ്കിൽ എനർജി ഉണ്ടാവാം, പക്ഷേ എനർജി ഇല്ലെങ്കിൽ മൊമെൻ്റം ഉണ്ടാവില്ല. ക്ലിയർ ആണോ? കൺഫ്യൂസിങ് ആണോ? എന്നോട് പറഞ്ഞുതരാം കേട്ടോ. മൊമെൻ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവിങ് ഒബ്ജക്റ്റിന് മാത്രമുള്ള ഒരു ടെൻഡൻസിയാണ്. ആ മൊമെൻ്റം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒബ്ജക്റ്റിന് എനർജി ഉണ്ടാവാം. ഓക്കെ. ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലിരിക്കുകയാണെങ്കിൽ എന്താ? അതിന് എനർജി ഉണ്ടാവാം, പക്ഷേ റെസ്റ്റിലാണെങ്കിൽ അതിന് മൊമെൻ്റം ഇല്ല. ഓക്കെ, ക്ലിയർ? എന്ന് വെച്ച് മൊമെൻ്റം ഇല്ലെങ്കിൽ എനർജി ഇല്ലെന്നല്ല. മൊമെൻ്റം ഇല്ലാത്ത ഒബ്ജക്റ്റിനും എനർജി ഉണ്ടാവാം. മൊമെൻ്റം ഉണ്ടെങ്കിൽ അതിന് എനർജി ഉണ്ട് എന്നർത്ഥം. ക്ലിയർ? മൊമെൻ്റം എന്നാൽ എന്ത്? മൊമെൻ്റ് എന്താ? ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, ഒരു ഒബ്ജക്റ്റ് ഒരു കല്ല് ഒരു സ്ഥലത്ത് ഇരിക്കുന്നു വിചാരിച്ചോ. ആ ഒബ്ജക്റ്റിനെ വന്ന് ഒരു നല്ലോണം 30 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരു സൈക്കിൾ വന്നത് തട്ട്, അല്ലെങ്കിൽ എന്തോരം വന്നത് തട്ടുമെന്ന് വിചാരിച്ചോ. അതെങ്ങനെ തെറിച്ചു പോവും? ആക്കെന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതിനുണ്ടാവുന്ന ഒരു എഫക്റ്റ്, മൂവിങ് ഒബ്ജക്റ്റ് കൊണ്ടുണ്ടാവുന്ന ഒരു എഫക്റ്റാണ് മൊമെൻ്റം. ഓക്കെ. ഇപ്പോൾ 30 കിലോമീറ്റർ സ്പീഡിന് പകരം ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 2 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് അതൊന്ന് തട്ടുന്നെങ്കിൽ എന്താ? അവിടുത്തെ മൊമെൻ്റം കുറവാണ് അല്ലേ? മൂവിങ് ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ഒരു എഫക്റ്റാണ്, അതുണ്ടാക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റാണ് മൊമെൻ്റം അഥവാ ആക്കം. ക്ലിയർ? ഓക്കെ. മൊമെൻ്റം വേണം എങ്കിൽ അവിടെ എനർജിയും വേണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ കൺസെപ്റ്റ് ഒന്നുകൂടി പറയണം. പൊട്ടൻഷ്യൽ എനർജി മെയിനായിട്ട് 3 തരത്തിലാണ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതെന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പഠിച്ച പൊസിഷൻ കൊണ്ട് കിട്ടുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജി. പിന്നെ സ്പ്രിങ്ങിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റും ഉണ്ട്. ഒരു വലിച്ചു നീട്ടിയ സ്പ്രിങ് അല്ലെങ്കിൽ റബ്ബർ നാട അല്ലേ, അതൊക്കെ വലിച്ചു നീട്ടുമ്പോൾ അതിനൊരു എനർജി ഉണ്ട്. ദാറ്റ്സ് എ പൊട്ടൻഷ്യൽ എനർജി അല്ലേ? ഇത് നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, വേറെ എന്തൊക്കെ എനർജി ഉണ്ട്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പോസസ്ഡ് ബൈ ബോഡി ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗീവ്സ് റൈസ് ടു ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. പിന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി, നമ്മുടെ സ്പ്രിങ്ങിനൊക്കെ ഉള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ എനർജി ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ ചാർജസ് ഗീവ്സ് റൈസ് ടു ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അതിനെപ്പറ്റി കൂടുതലായിട്ട് +2 നിങ്ങളിത് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽ എനർജീസ്. What is the work done in lifting a body of mass m through a height h? ഒരു m മാസ്സുള്ള ഒരു ഒബ്ജക്റ്റ് h ഹൈറ്റിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? വാട്ട് വിൽ ബി ദ ആൻസർ? അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്തായിരിക്കും? ഇറ്റ്സ് m മാസ്സുള്ള ഒരു ഒബ്ജക്റ്റ് h ഹൈറ്റിലേക്ക് എടുത്ത് ഉയർത്തി കഴിഞ്ഞാൽ അതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ എനർജി. നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ചോദ്യം എന്താ? വാട്ട് ഈസ് എ വർക്ക് ഡൺ? നമ്മൾ പഠിച്ചു വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു F.S ആണ്. F.S m മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് h ഹൈറ്റിലേക്ക് എടുത്ത് ഉയർത്തി. ആൻഡ് F എന്താണ് അവിടെ കൊടുത്തിരിക്കുന്ന ഫോഴ്സ്? എങ്ങനെയാണ്? അപ്വേർഡ് ഡയറക്ഷൻ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ്. സോ F.Sന് പകരം നമുക്ക് എന്ത് എഴുതാം? Fs എന്ന് കൊടുക്കാം അല്ലേ? ഫോഴ്സ് F is equal to ma. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? ma ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ എക്ക് പകരം കൊടുക്കാം ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg. ആൻഡ് എസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് എന്നല്ല പറഞ്ഞേ. നമ്മളിവിടെ എത്തിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് h ഹൈറ്റിലാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഡിസ്പ്ലേസ്മെന്റ്? mgh. That means the work done is equal to mgh. This work done stored as an energy and it is known as potential energy. So potential energy യുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാലും ഇത് തന്നെയാണ് mgh. ക്ലിയർ? m മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് എടുത്ത് ഉയർത്തി കഴിഞ്ഞാൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? F.S ആണ്. F is the force. F is equal to ma. ഇവിടെ എക്ക് പകരം ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg കൊടുത്തു. ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ പെർട്ടിക്കുലർ ഹൈറ്റ് h ഹൈറ്റ് ആണ് അല്ലേ? സോ എസിന് നമ്മൾ എന്താ കൊടുത്തു? h കൊടുത്തു. സോ ഏത് രീതിയിലും ക്വസ്റ്റ്യൻ വരാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം. നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് മൊമെൻറ്റം എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയോ? മൊമെൻറ്റം എന്നാൽ ഇപ്പം എല്ലാവർക്കും ക്ലിയർ അല്ലേ?
ഇനി നമുക്ക് വേണ്ടത് കൈനറ്റിക് എനർജി മൊമെൻറ്റം തമ്മിലുള്ള റിലേഷനാണ്. ഒന്നുകൂടി പറയണോ? മൊമെൻറ്റം ഈസ് എന്താണ്? മൂവിങ് ഒബ്ജക്റ്റിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ അത് മറ്റൊരു ഒബ്ജക്റ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റ് ആണ് മൊമെൻറ്റം. ആൻഡ് ലീനിയർ മൊമെൻറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി എന്ന് പറഞ്ഞ സിമ്പിളാണ്. പി ഈസ് ഈക്വൽ ടു എം വി. മാസ് കൂടിക്കഴിഞ്ഞാൽ മൊമെൻറ്റം കൂടും, വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? മൊമെൻറ്റം കൂടും. ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വെച്ച് പറയാം, എന്തെങ്കിലും ഒരു ബോക്സ് ഇരിക്കുന്നു, സ്റ്റേഷനായിട്ടിരിക്കുന്ന ഒരു ബോക്സ്. ആ ബോക്സിന് ഒരു ചെറിയ സ്കൂട്ടർ, ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരു സ്കൂട്ടർ വന്ന് തട്ടിന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് പറ്റും? ആ ബോക്സ് ഒന്ന് തെറിച്ചു പോകും അല്ലേ? ഇറ്റ്സ് ഡ്യൂ ടു ഇറ്റ്സ് മൊമെൻറ്റം. ഒരു സ്കൂട്ടറാണ് 20 കിലോമീറ്റർ പെർ അവറിൽ വന്ന് തട്ടി, അതിനുണ്ടാവുന്ന ഒരു എഫക്റ്റാണ് മൊമെൻറ്റം അല്ലേ? അതിന് മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. ഇതേപോലെ തന്നെ അതേ ബോക്സിന് തന്നെ ഒരു സ്കൂട്ടറിന് പകരം ഒരു ലോറി അല്ലെങ്കിൽ അത് മാസ് കൂടിയ ഒരു ഒബ്ജക്റ്റ് വന്ന് തട്ടിയാൽ എന്ത് പറ്റും? അതിന് കൂടുതൽ മൊമെൻറ്റം ഉണ്ടാവും. അവിടെ മാസ് കൂടി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? മൊമെൻറ്റം കൂടി. വെലോസിറ്റി കൂടിയാലോ? അപ്പോഴും മൊമെൻറ്റം കൂടി. ഇപ്പം ക്ലിയർ ആണോ? മൊമെൻറ്റം ഈസ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇതാ മൂവിങ് ഓബ്ജക്റ്റിന് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മൊമെൻറ്റം. ആൻഡ് ലീനിയർ മൊമെൻറ്റം റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി എന്ന സിമ്പിൾ കൊണ്ടാണ്. പി ഈസ് ഈക്വൽ ടു എം വി. മൊമെൻറ്റം അല്ല മാം, മൊമെൻറ്റം അല്ല മാം. ക്ലിയർ അല്ല? സ്പെല്ലിംഗ് ആണോ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എനിവേ പി ഈസ് ഈക്വൽ ടു എം വി, മൊമെൻറ്റം. ഓക്കെ, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു എം വി ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എം വി ആണ്. അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, കൈനറ്റിക് എനർജി മൊമെൻറ്റം റിലേഷൻ ആണ് തമ്മിൽ റിലേറ്റ് ചെയ്യാം നമുക്ക്. അതിന് വേണ്ടി ഞാൻ എന്താണ് ആ ഇക്വേഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എം വെച്ച് ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈയും ചെയ്യുന്നു അല്ലേ? ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈയും വെച്ച് ചെയ്യുന്നു. സോ എന്ത് വരും? ഹാഫ് എം സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ എം. എന്ത് വന്നു? എം വെച്ച് ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് വന്നു? ഹാഫ് എം സ്ക്വയർ വി സ്ക്വയർ ബൈ എം. എം സ്ക്വയർ വി സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1/2 എം വി ഓൾ സ്ക്വയർ ബൈ എം എന്ന് കൊടുക്കാം അല്ലേ? എം സ്ക്വയർ വി സ്ക്വയറിന് പകരം എന്താ? എം വി ഓൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ദാറ്റ് മീൻസ് പി സ്ക്വയർ ബൈ 2m. ക്ലിയർ ആണോ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ക്ലിയർ ആണോ എല്ലാവർക്കും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. കൈനറ്റിക് എനർജി മൊമെൻറ്റം തമ്മിലുള്ള റിലേഷൻ പി സ്ക്വയർ ബൈ 2m ആണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഇതും പലതവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും വരാറുണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, എ ലൈറ്റ് ബോഡി ആൻഡ് എ ഹെവി ബോഡി ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി. വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ മൊമെൻറ്റം? വൈ? ഇതിവിടെ രണ്ട് ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. എന്താ? ഒരു ലൈറ്റ് ബോഡിയുണ്ട്, ഹെവി ബോഡിയുണ്ട്, രണ്ടിനും ഈക്വൽ കൈനറ്റിക് എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ മൊമെൻറ്റം? ആർക്കാണ് മൊമെൻറ്റം കൂടുതൽ? നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ ആയിരുന്നു കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് പി സ്ക്വയർ ബൈ 2m അല്ലേ? പി സ്ക്വയർ ബൈ 2m, ഹാഫ് പി സ്ക്വയർ ബൈ എം എന്ന് പറഞ്ഞ റിലേഷനാണ് അല്ലേ? ഇവിടെ കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താ? കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ റിലേഷൻ? പി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 2m. അതായത് മാസ് കൂടിക്കഴിഞ്ഞാൽ മൊമെൻറ്റം കൂടും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ആർക്കാ? ഏതിനാണ് ഗ്രേറ്റർ മൊമെൻറ്റം? റിലേഷൻ മനസ്സിലായല്ല? ഇവിടെ കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വാട്ട് ഇസ് ദ റിലേഷൻ? പി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 2m. സോ ഹെവിയർ ഒബ്ജക്റ്റിനായിരിക്കും കൂടുതൽ മൊമെൻറ്റം, അല്ലെങ്കിൽ ഹെവി ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മാസ് കൂടിയ ഒബ്ജക്റ്റിന് കൂടുതൽ മൊമെൻറ്റം ഉണ്ടാവും. ഈ ഒരു റിലേഷൻ അറിയുമെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. സോ ഹെവി ബോഡി റീസൺ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. given kinetic energy are same. പിന്നെന്താണ്? therefore p square is directly proportional to 2m. that means mass കൂടി കഴിഞ്ഞാൽ momentum കൂടും. thus heavy body have greater momentum. അപ്പം heavier ബോഡിക്കാണ് കൂടുതൽ momentum ഉള്ളത്. okay, define conservative force, define non conservative force. വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്, എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്? നമ്മൾ ഒരു വർക്ക് നടക്കുന്നു, ആ വർക്കിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫോഴ്സസിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ.
അതേസമയം പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നമുക്ക് വർക്ക് പല രീതിയിൽ നടത്താം അല്ലേ. ഒരു ഒബ്ജക്റ്റ് പല രീതിയിലും ഒരു കാര്യം തന്നെ ചെയ്യാം. ഏത് വഴി പോയി എന്നതൊരു കാര്യമല്ല എങ്കിൽ അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് if the work done depends on the initial and final position is said to be conservative. എന്താ ഇനീഷ്യലും ഫൈനൽ പൊസിഷൻ മാത്രമേ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ പാത്ത് വർക്ക് ഡൺ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് കൺസർവേറ്റീവ് ഫോഴ്സ്. പക്ഷെ പാത്തിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. ദാറ്റ് മീൻസ് if the work done depends on the path followed by it is said to be non conservative force. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, എങ്ങനെ ചെയ്തു എന്ത് ചെയ്തു അതിനനുസരിച്ചെല്ലാം അവിടെ ഫോഴ്സ് വ്യത്യാസം വരും. അതിനെയാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആയിട്ടും നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ ഏത് വഴി ചെയ്തു എന്നല്ല, അവസാനം ഏത് പോയിന്റിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അതായിരിക്കും അതിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. പല രീതിയിൽ നമുക്കൊരു ഒബ്ജക്റ്റിന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് അല്ലെങ്കിൽ എടുത്ത് വെക്കാം. അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തായിരിക്കും, എന്ത് രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോയി വെച്ചാലും ഫൈനൽ പോയിന്റിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ അല്ലേ. സോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. പക്ഷേ വിസ്കസ് ഫോഴ്സോ, അവിടെ വിസ്കസ് ഫോഴ്സ് ഫ്രിക്ഷൻ വരുന്നുണ്ട്. അവിടെ പല ഫോഴ്സും നമ്മൾ ചെയ്യുന്ന അതിൽ ഒരുപാട് ഫോഴ്സ് അതിന് പാത്ത് വളരെ ഡിപ്പെൻഡ് ചെയ്യും. പാത്ത് മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ എടുക്കുന്ന ലിക്വിഡിൻ്റെ അതെല്ലാം മാറുന്നതനുസരിച്ച് വിസ്കസ് ഫോഴ്സിന് വേരിയേഷൻ വരും. സോ ഇറ്റ്സ് എ നോൺ കൺസർവേറ്റീവ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്, ഇനീഷ്യലിയും ഫൈനൽ പോയിന്റിനെയും അല്ലെങ്കിൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ കണ്ടീഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് പാത്തിനെ ഇൻഡിപെൻഡൻ്റ് ആണ്, പാത്ത് കൺസിഡർ ചെയ്യുന്നില്ല, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓർക്കാട്ടോ, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ദാറ്റ്സ് നോൺ ആസ് കൺസർവേറ്റീവ്. ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും, ഇറ്റ്സ് എ നോൺ കൺസർവേറ്റീവ്. അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഏത് പാത്ത് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ ആണ് അത് ഇരിക്കുന്ന സർഫസ് അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ വാട്ട് വിൽ ബി ദ ആൻസർ? 1 and 3. That means gravitational force and electrostatic force are conservative. 2 and 4 are non-conservative force. 2 and 4 are non-conservative force. Clear alle? Next question. A motor pump can fill the water in a tank of 40 meter cube at a height of 5 meter from the ground in 30 minutes. Clear? Find the power required for this process. Given density of water is 1000 kilogram per meter cube. Clear ആണ് question. ഇവിടെ എന്താണ്, a motor pump can fill the water in a tank of 40 meter cube. That means അതിൻ്റെ യൂണിറ്റ് എന്താണെന്നറിയാം, മീറ്റർ ക്യൂബ്. ഇറ്റ്സ് എ വോളിയാണ് അല്ലേ തന്നിരിക്കുന്നത്. വോളിയം ഇസ് ഈക്വൽ ടു 40 മീറ്റർ ക്യൂബ്. വോളിയം എന്ന് അവിടെ തന്നിട്ടില്ല എന്നെങ്കിലും എന്താണ് അതിൻ്റെ യൂണിറ്റ് വെച്ച് നമുക്ക് അത് എന്താണെന്ന് മനസ്സിലായി. മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന വോളിയമാണ്. അറ്റ് എ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്, 5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഫ്രം ദ ഗ്രൗണ്ട് ഇൻ 30 മിനിറ്റ്. ടൈം തന്നിരിക്കുന്നത് എന്താണ്, 30 മിനിറ്റ് ആണ് അല്ലേ. മിനിറ്റിന് നമുക്ക് ഉടനെ SI യൂണിറ്റിൽ സെക്കൻഡിലേക്ക് മാറ്റണം. 1 മിനിറ്റ് 60 സെക്കൻഡ് ആയതുകൊണ്ട് എന്താ 30 × 60 സെക്കൻഡ് ആക്കി. ഫൈൻഡ് ദ പവർ റിക്വയർഡ് ഫോർ ദിസ് പ്രോസസ്. പവർ കണ്ടുപിടിക്കണം. എന്താ അറിയാം, പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ് അല്ലേ. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. എന്താണ് വർക്ക്, ഇവിടെ ചെയ്തിരിക്കുന്ന വർക്ക് എന്താണ്, ഒരു ഹൈറ്റിലേക്ക് എടുത്തുയർത്താണ് അല്ലേ. അതായത് അവിടെ വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ mgh അല്ലേ. പവർ എന്ന് പറഞ്ഞാൽ എന്ത് വന്നു, mgh. ഇത് ഓവർ റൈറ്റിംഗ് ആയിപ്പോയി അല്ലേ, അത് മായ്ക്കാം. ഇത് ക്ലിയർ ആണല്ലോ. സോ പവർ എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് ബൈ ടൈം. ഹിയർ ദ വർക്ക് ഈസ് mgh/t. എന്തൊക്കെ തന്നിട്ടുണ്ട്, എം തന്നിട്ടുണ്ടോ, എം തന്നിട്ടില്ല, പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ജി തന്നിട്ടുണ്ടോ, ജിയുടെ വാല്യൂ നമുക്ക് അറിയാം അല്ലേ. ജിയുടെ വാല്യൂ ഇസ് 9.8 മീറ്റർ പെർ, ഇത് വാല്യൂ ഓൾറെഡി എഴുതിക്കാം. ജി ഇസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പക്ഷെ ഇതിനൊരു ഹെൽപ്പ് ചെയ്യുന്ന മാസ് കണ്ടുപിടിക്കാൻ ഒരു ചെറിയ ഹിൻഡ് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അല്ലേ. ഒരു സിമ്പിൾ ഒരു ക്ലൂ ആണ് അവിടെ തന്നിരിക്കുന്നത്. മാസ് അറിയില്ല, പക്ഷേ ഡെൻസിറ്റി അറിയാം, വോളിയം അറിയാം. അത് ഉപയോഗിച്ച് മാസ് കണ്ടുപിടിക്കാം.
എച്ച് തന്നിട്ടുണ്ടോ? എച്ച് തന്നിട്ടുണ്ട്. ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്ന് ആലോചിക്കുക, നമ്മൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ വാട്ട് വിൽ ബി മാസ്? മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഏതൊരു ക്വസ്റ്റൻ ആയാലും നമുക്ക് അതിന് കണ്ടുപിടിക്കേണ്ട ഹിൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ എന്താ? മാസിന് വരെ എന്ത് കൊടുത്തു? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ഡിവൈഡ് ബൈ ടി. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. ഹിയർ ദ ഡെൻസിറ്റി ഈസ് 1000 ആണ്. ആൻഡ് ദ വോളിയം തന്നിട്ടുണ്ട് 40 തന്നിട്ടുണ്ട് അല്ലേ? 40 ആൻഡ് ജി വാല്യൂ 9.8 ആണ്. ആൻഡ് ഹൈറ്റ് എത്ര ഹൈറ്റിലേക്ക് അത് ഉയർത്തണ്ടേ? 5 മീറ്ററിലേക്ക് അല്ലേ? 5. ആൻഡ് ദ ടൈം എത്ര നേരം തന്നിരിക്കുന്നത്? 30 മിനിറ്റ് ആണ്. അതിനെ സെക്കൻഡിലേക്ക് മിസ് മാറ്റി. 30 × 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. എത്രയാണ് ഉത്തരം വരിക ചെയ്ത് വന്നപ്പം? ആൻസർ 1088.88 വാട്ട്. പവറിൻ്റെ യൂണിറ്റ് വാട്ട് ആണ് അല്ലേ? സോ ജസ്റ്റ് വാല്യൂ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താം. ആൻസർ ബിക്കം 1088.88 വാട്ട്. ക്ലിയർ? Show that the instantaneous velocity is f dot v. Instantaneous power, not the velocity. Instantaneous power is equal to f dot v. F is the force, v is the velocity. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് വി ആണ്. പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? പവർ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ബൈ ടൈം ആണ് പവർ. ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക്. ഒന്ന് പോട്ടെ, നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ ഇതാം. വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് ഫോഴ്സ്. എഫ് ഡോട്ട് എസ് ആണ് അല്ലേ? എഫ് ഇൻറ്റു എസ്. എഫ് ഡോട്ട് എസ്. അപ്പോൾ തൽക്കാലം എഫ് എസ് എന്ന് കൊടുക്കുകയാണ്. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ, തീറ്റ 0 ആണെങ്കിൽ എഫ് എസ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ്. ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്ന വർക്ക് ആയിരിക്കും സ്മോൾ വർക്ക് ഡൺ അല്ലേ? ഡി ഡബ്ല്യു എന്തായിരിക്കും? ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്മോൾ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ്. അതിനെ ഞാൻ സാധാരണ ചെറുതെന്ന് കാണിക്കാൻ എന്താ? സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡി എസ് എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുത്തു. അപ്പോഴുണ്ടാവുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഡി എസ്. ക്ലിയർ ആണേ? വർക്ക് ഡൺ ഈസ് എഫ് എസ്. സോ സ്മോൾ വർക്ക് ഡൺ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഡി എസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഡി ഡബ്ല്യു ബൈ ഡി ടി. കുറഞ്ഞ ടൈമിൽ ഉണ്ടാവുന്നത് അല്ലേ? സോ ഡി ഡബ്ല്യു ബൈ ഡി ടി ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ. അപ്പം ഡി ഡബ്ല്യു ബൈ ഡി ടി വാല്യൂ കൊടുക്കാമല്ലോ. ഡി ഡബ്ല്യുക്ക് എന്ന് പറയുന്നത് കൊടുക്കും എഫ് ഡി എസ് ഡിവൈഡ് ബൈ ഡി ടി. ഒന്ന് നോക്കിക്കേ, എസ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഡി എസ് ബൈ ഡി ടി. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എത്രയാണ്? എത്രയായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ഇറ്റ്സ് വെലോസിറ്റി. സോ എഫ് ഡോട്ട് എസ്, സോറി എസ് അല്ല, വെലോസിറ്റി ആകുമ്പോൾ എന്താ നമ്മൾ സിമ്പിൾ എടുക്കുന്നത്? എഫ് ഡോട്ട് വി. That means instantaneous power is equal to F dot V. Equation ഓർത്തോളൂ, പരീക്ഷയ്ക്ക് വേണമെങ്കിൽ നേരിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തരാം. ഫൈൻഡ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് പവർ, വെലോസിറ്റിയും ഫോഴ്സും അറിയെങ്കിൽ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എന്താണ്? ഡിഫൈൻ ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷനും പഠിക്കണം, ഇൻഇലാസ്റ്റിക് കൊളീഷനും പഠിക്കണം. എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ? നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ കൊളീഷനും നമ്മൾ ഇൻഇലാസ്റ്റിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കൊളീഷൻ എന്തായാലും ഇലാസ്റ്റിക് ആവട്ടെ ഇൻഇലാസ്റ്റിക് ആവട്ടെ, ലീനിയർ മൊമെൻറ്റം എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ലീനിയർ മൊമെൻറ്റം നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ? മൊമെൻറ്റം എന്താണ് കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് മിസ് പറഞ്ഞു. അങ്ങനെ ഉണ്ടാകുന്ന ലീനിയർ മൊമെൻറ്റം എപ്പോഴും കൺസേർവ്ഡ് ആണ്, അത് ഏത് തരം കൊളീഷൻ ആണെങ്കിലും. പക്ഷേ കൈനറ്റിക് എനർജി അങ്ങനെയല്ല. കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കൊളീഷനെയാണ് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് ബോത്ത് ലീനിയർ മൊമെൻറ്റം ആസ് വെൽ ആസ് ദ കൈനറ്റിക് എനർജി ആർ കൺസേർവ്ഡ്. അങ്ങനെയുള്ള കൊളീഷനാണ് ഇലാസ്റ്റിക് കൊളീഷൻ. ദ കൊളീഷൻ which the total linear momentum and the total kinetic energy of the system are conserved is called elastic collision. ഓക്കെ, സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കൊളീഷൻസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആയിട്ടാണ്. ഓക്കെ, മോളിക്കുലാർ ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ കൊളീഷനെല്ലാം നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തോളൂ, അവിടെ നിന്നാണ് ലീനിയർ മൊമെൻറ്റവും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്.
Inelastic collision എന്താ ഒരിക്കലും kinetic energy conserved അല്ല, but linear momentum is conserved. The collision in which the total linear momentum is conserved and the total kinetic energy of the system is not conserved is called inelastic collision. Almost എല്ലാ collisionum inelastic collision ആണ്, ഓർക്കുക കേട്ടോ. Then show that the relative velocity after എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ദ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ one dimensional elastic collision between two bodies is numerically equal to relative velocity before collision. Okay, one dimension after space വിട്ടില്ല, one dimensional ആയിട്ടുള്ളൊരു കൊളീഷനകത്ത് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഷോ ദാറ്റ് ദ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ആൻഡ് എന്താണ് ബിഫോർ കൊളീഷൻസും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ആൻഡ് ബിഫോർ കൊളീഷൻ വിൽ ബി ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെയാണ്? അതിന് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് എടുക്കണം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സെഷനിൽ വരുന്ന അവസാന ഒരു ഭാഗമാണ് അല്ലേ. വർക്ക്, എനർജി, പവർ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഏറ്റവും അവസാനം വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹിയർ ഒരു രണ്ട് ഒബ്ജക്റ്റ് എടുത്തിരിക്കുന്നു. M1, M2 മാസ്സുള്ള രണ്ട് ഒബ്ജക്റ്റ്. ദേ ആർ മൂവിങ് വിത്ത് വെലോസിറ്റി U1 ആൻഡ് U2 റെസ്പെക്റ്റീവ്ലി. U1, U2 എന്ന് പറഞ്ഞാൽ രണ്ട് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന രണ്ട് ഒബ്ജക്റ്റ്. ആൻഡ് ഇറ്റ് ഉണ്ടാകുക കൊളീഷൻ. മൂവ് ചെയ്ത് ഇപ്പം U1 ഇസ് ഗ്രേറ്റർ ദാൻ U2 ആണെങ്കിൽ എന്താ ഉറപ്പായിട്ടും വന്ന് M1 വന്ന് M2യിൽ നിന്ന് കൊളൈഡ് ചെയ്യും, U2 സ്ലോ ആണെങ്കിൽ അല്ലേ. അപ്പോൾ എന്ത് പറ്റും? ഇറ്റ് ഉണ്ടാകുമോ കൊളീഷൻ. M1, M2 ഉണ്ടാകുമോ കൊളീഷൻ വന്ന് ഇത് ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് എഗെയിൻ ഇറ്റ് മൂവ്സ് വിത്ത് എ പെർട്ടിക്കുലർ വെലോസിറ്റി ആൻഡ് ലെറ്റ് ബി V1 ആൻഡ് V2. M1ൻ്റെ വെലോസിറ്റി V1 ആയി, M2ൻ്റെ വെലോസിറ്റി V2 ആയിട്ട് മാറി. അപ്പം ഇവിടെ എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടേ? റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ വിച്ച് ഇസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യം തന്നെ കണ്ടീഷൻസ് കൊടുത്തു. എന്നാണ്? M1 U1 വെലോസിറ്റിയിൽ, M2 U2 വെലോസിറ്റിയിൽ മൂവ് ചെയ്തു ആൻഡ് ഇറ്റ് അണ്ടർഗോ ഇലാസ്റ്റിക് കൊളീഷൻ ആഫ്റ്റർവേർഡ്സ് ഇറ്റ് മൂവ് വിത്ത് വെലോസിറ്റി V1 ആൻഡ് V2 റെസ്പെക്റ്റീവ്ലി. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഇതിനകത്ത് ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ എന്തൊക്കെ കൺസേർവ്ഡ് ആണെന്ന് പറയണേ? മൊമെൻറ്റം കൺസേർവ്ഡ് ആണ് ആൻഡ് കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ മൊമെൻറ്റം കൺസേർവ്ഡ് ചെയ്യുന്ന വെച്ചാൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. മൊമെൻറ്റം കൺസേർവ്ഡ് ആണെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താ? P is equal to mv, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെൻറ്റം അല്ലേ. ഇവിടെ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്തോരം? M1 U1 പ്ലസ് M2 U2 വിച്ച് ഈസ് ഈക്വൽ ടു M1 V1 plus M2 V2. Momentum before collision which is equal to momentum after collision. ക്ലിയർ ആണല്ലോ. പിന്നെ ഞാൻ എമ്മിൻ്റെ ടേംസ് എല്ലാം ഒരു സൈഡിലും M2ൻ്റെ ടേംസ് അടുത്ത സൈഡിലേക്കൊന്ന് മാറ്റി എഴുതുന്നു. M1 U1. ഇവിടെ എന്താ M1ൻ്റെ ടേംസ്? M1 V1 ആണ്. ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പം ഇറ്റ് ബിക്കം നെഗറ്റീവ്. ഞാൻ M1 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? M1 into U1 minus V1 which is equal to M2ൻ്റെ ടേം ഇവിടെ വരുന്നത് എന്താണ്? V2 ഉണ്ട്. V2 ഇവിടെ M2ൻ്റെ ടേം U2 ആണ്. ഇറ്റ്സ് പോസിറ്റീവ്. ഈക്വൽ സൈൻ അപ്പോഴത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആവും. ദറ്റ് ഈസ് നെഗറ്റീവ് U2. ക്ലിയർ ആണോ ഈ സ്റ്റെപ്പ്? എല്ലാവർക്കും ക്ലിയർ ആണോ? ഏത് ഡയഗ്രമാണ് ക്ലിയർ ആയിട്ട് ഡ്രോ ചെയ്യേണ്ടത്? ലേറ്റ് ആയോ? ഇത് ഈ ഫിഗർ ആണോ മോനെ? ഒത്തിരി വലുതാക്കി മിസ്സിന് വരക്കാൻ പറ്റത്തില്ല, ഡെറിവേഷൻ കുറച്ച് കൂടുതലുണ്ട്. എന്നാലും മിസ് ഇത് പറഞ്ഞു തരാം കേട്ടോ. an object with mass M1 mass ഉള്ള ഒബ്ജക്റ്റ് U1 വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തു. M2 മാസ് ഉള്ള ഒബ്ജക്റ്റ് U2 വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു. ക്ലിയർ? ബിക്കോസ് ഡെറിവേഷനിൽ ഇതെല്ലാം വേണം. അതുകൊണ്ടാണ് മിസ് ഒന്ന് ചെറുതാക്കി കാണിച്ചിരിക്കുന്നത്. ഒന്ന് പോസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഒന്ന് എല്ലാം ചെയ്ത് നമുക്ക് പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും മോനെ. M1 M2 അണ്ടർ കൊളീഷൻ, ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. പിന്നെന്താ? അത് V1 V2 വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്ത് പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. ആ ഒരു ഫിഗർ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി വലുതാക്കാൻ പറ്റില്ല, നമുക്ക് ഡെറിവേഷൻ ആവശ്യമുണ്ട്, സ്പേസ്. സോ എന്തെഴുതി? M1 U1 മൈനസ് V1 ഈസ് ഈക്വൽ ടു M2 V2 മൈനസ് U2. ഇതൊരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. അതായത് മൊമെൻറ്റം കൺസേർവ്ഡ്, മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷനിൽ വന്നിരിക്കുന്ന ഇക്വേഷനാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ് അല്ലേ. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ്
ഹാഫ് m2 കൈനറ്റിക് എനർജിയുടെ ഒന്ന് എഴുതട്ടെ കേട്ടോ. കൈനറ്റിക് എനർജി ഹാഫ് m2 u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി മുമ്പ് ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് m1ൻ്റെ ഒരു ടേമിൽ ഒരു സൈഡിലാക്കുക, m2ൻ്റെ അടുത്ത ടേമിൽ ഒരു സൈഡിലേക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാത്തിലും ഹാഫ് എന്ന് പറഞ്ഞൊരു ടേമിനുണ്ട്. ഹാഫ് എടുത്ത് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ഹാഫ് എന്ന് പറഞ്ഞ ടേം ഞാൻ ഇവിടെ തന്നെ വെച്ച് ക്യാൻസൽ ചെയ്ത് കളയാണ്. ഒറ്റയടിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഹാഫ് എടുത്ത് ഈക്വൽ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ഹാഫ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഇവിടെ കാണിക്കുന്നു. നിങ്ങൾ എഴുതുമ്പോൾ ഒരു സ്റ്റെപ്പും കൂടി എക്സ്ട്രാ കാണിക്കണം കേട്ടോ. ഹാഫ് എടുത്ത് പുറത്ത് ക്യാൻസൽ ചെയ്ത് കാണിക്കുക. പിന്നെ m-ൻ്റെ ടേംസ്, m1ൻ്റെ ടേം ഒരു സൈഡിലാക്കുന്നു. m1 u1 സ്ക്വയർ. പിന്നെന്താ m1ൻ്റെ ടേം വന്നിരിക്കുന്നത് v1 സ്ക്വയർ ഉണ്ടല്ലേ. ഈക്വൽ സൈൻ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് v1 സ്ക്വയർ ആയി, വിച്ച് ഇസ് ഈക്വൽ ടു m2ന് അടുത്ത സൈഡിലേക്ക് m2 v2 സ്ക്വയർ. ഇവിടെ വരുന്ന m2 u2 സ്ക്വയർ ആണ്. ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് u2 സ്ക്വയർ ആയി. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് മൊമെൻറ്റം കൺസേർവ് ചെയ്യുന്നു, ആൻഡ് ഇക്വേഷൻ നമ്പർ 2 കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യുന്നു. നമ്മൾ എടുത്തിരിക്കുന്ന ഇക്വേഷനാണ്. ഇനി ഈ ഇക്വേഷൻ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1. ഓൾറെഡി ഇക്വേഷൻ 2 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാനിതിനെ ഇക്വേഷൻ നമ്പർ 1 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു മാത്രം. ഇക്വേഷൻ 1 എന്തായിരുന്നു? ഒറ്റ സ്റ്റെപ്പിൽ കാണിക്കുന്ന കേട്ടോ മിസ്. m1 u1 മൈനസ് v1 ഡിവൈഡ് ബൈ m2 v2 മൈനസ് u2. ക്ലിയർ അല്ലേ മക്കളെ? m ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്തു, m2 ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കേ, u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഡിവൈഡ് ബൈ u1 മൈനസ് v1. നമ്മൾ പഠിച്ചില്ലേ a സ്ക്വയർ മൈനസ് b സ്ക്വയർ? പഠിച്ചിട്ടില്ലേ? കേട്ടിട്ടില്ലേ? a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഇല്ലേ? തിളക്കോ ഏതൊക്കെയോ സിനിമയിൽ മറന്നു മിസ്സിൻ്റെ മിക്കവാറും നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ബൈ ഹാർട്ട് ചെയ്യുന്നൊരു ഇക്വേഷനാണ് അല്ലേ. അതിനകത്തൊക്കെ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു e മൈനസ് ബി. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു അല്ലെ ബേസിക് ഇക്വേഷനാണ് അല്ലേ. ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം മിസ്. u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ, അതിനെ നമുക്ക് ഇതുപോലെ എങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും? u1 മൈനസ് v1 ഇൻറ്റു u1 പ്ലസ് v1 എന്ന് എടുത്താൻ റീറൈറ്റ് ചെയ്യാൻ പറ്റില്ലേ? അതുപോലെ ഒന്ന് മിസ് റീറൈറ്റ് ചെയ്യാൻ പോകണം. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി എന്താണ്? u1 സ്ക്വയർ മൈനസ് v1ന് പകരം എന്തെന്നോ u1 മൈനസ് v1 ഇൻറ്റു u1 പ്ലസ് v1 ഡിവൈഡഡ് ബൈ എന്താ u1 മൈനസ് v1. അതുപോലെ തന്നെ ഇതിനെയും തിരിച്ചെഴുതുകയാണ് കേട്ടോ. v2 മൈനസ് u2 ഇൻറ്റു v2 പ്ലസ് u2 ഡിവൈഡ് ബൈ v2 മൈനസ് u2. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാലോ ഒരുപോലെ. u1 മൈനസ് v1ഉം ഡിനോമിനേറ്ററിലെ u1 മൈനസ് v1ഉം ക്യാൻസൽ ചെയ്ത് പോയി. ആൻഡ് ഇവിടെ എന്താണ്? v2 മൈനസ് u2ഉം v2 മൈനസ് u2ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ അവിടെ ഉള്ളത്? ഉള്ളത് എടുത്ത് മാറ്റി എഴുതട്ടെ. എന്താ ഉള്ളത്? u1 പ്ലസ് v1 വിച്ച് ഈസ് ഈക്വൽ ടു v2 പ്ലസ് u2. ഇനി എന്താ? റിലേറ്റീവ് വെലോസിറ്റി ആണല്ലേ വരുന്നത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുന്നത് v1 മൈനസ് v2. ദാറ്റ്സ് എ റിലേറ്റീവ് വെലോസിറ്റി അല്ലേ. v1 മൈനസ് v2 എന്ന് പറയുന്നത് എന്താണ്? u2 മൈനസ് u1 ആണ്. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് വരും? മൈനസ് u1 മൈനസ് u2. ദാറ്റ് ഈസ് v1 മൈനസ് v2 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് u1 മൈനസ് u2. ദാറ്റ് മീൻസ് റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഇത്രയേ ഉള്ളൂ. അപ്പം ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് മിസ് ഇത്ര ചെറുതാക്കി വരച്ചേ അല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതണം. കുറേ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് മിസ് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. ഒന്ന് പോസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് കേട്ടോ. സ്റ്റെപ്പ് മിസ് സ്കിപ്പ് ചെയ്താലും നിങ്ങൾ എക്സാം എഴുതുമ്പം സ്റ്റെപ്പിന് മാർക്കുണ്ട്. അപ്പോൾ ഇനിയൊന്നും സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്, മനസ്സിലാക്കി തന്നെ എഴുതുക. എല്ലാവർക്കും ക്ലിയർ ആയോ? ഗൗതം കൃഷ്ണ ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ചാപ്റ്ററിലെ അല്ലേ, ചാപ്റ്റർ 7 ഏതാണ്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. കുറേ പേർക്ക് ഭയങ്കര പാടാണ് അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണെന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 7. അതേപോലെ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുപോലെ തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾമോസ്റ്റ് ഈ ഒരു ഒരേപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. നന്ദന സുനിൽ V1 - V2 എങ്ങനെയാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ വന്നേ? ഒന്ന് റീഅറേഞ്ച് ചെയ്തു. റൈറ്റ് സൈഡിൽ നിന്ന് V1-ൻ്റെയും V2-ൻ്റെയും ടേം ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്കും അങ്ങോട്ടും യുവിൻ്റെ ടേംസ് ഒരു സൈഡിലേക്ക് വിയുടെ ടേംസ് ഒന്നിച്ചാക്കി എടുത്തു മാത്രം വെച്ചു. അങ്ങനെയാണ് കേട്ടോ. മോനൊന്ന് പോസ് ചെയ്ത് നിന്നിട്ട് ബാക്കിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. യുവിൻ്റെ ടേം ഒരു സൈഡിലേക്ക് വിൻ്റെ ടേം ഒരു സൈഡിലേക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് ആൻസറിലേക്ക് എത്തിയത് കേട്ടോ. ദെൻ ഇവിടെ ക്വസ്റ്റിലേക്ക് പോവാണ് കേട്ടോ. ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഇവിടെ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ചാപ്റ്ററിൽ റൊട്ടേഷനും അതേപോലെ തന്നെ ലീനിയർ മോഷനും പരസ്പരം കണക്ട് ചെയ്ത് കമ്പയർ ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്യാം. നമ്മൾ സാധാരണ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറഞ്ഞ ലീനിയർ മോഷൻ നമ്മൾ എടുക്കുമ്പം റൊട്ടേഷൻ മോഷനിൽ അതിനെ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ സിമ്പിളാണ് റൊട്ടേഷൻ മോഷൻ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ വെലോസിറ്റി V എടുക്കുമ്പം റൊട്ടേഷൻ മോഷനിൽ എന്തെടുക്കും? ഒമേഗ ആംഗുലർ വെലോസിറ്റി എടുക്കും. ആക്സലറേഷൻ എന്ന ടേം E എടുക്കുമ്പം റൊട്ടേഷൻ മോഷനിൽ ആൽഫ ആംഗുലർ ആക്സലറേഷൻ എടുക്കും. ഫോഴ്സ് നമ്മൾ F എന്ന് പറഞ്ഞ സിമ്പിൾ എടുക്കുമ്പോൾ റൊട്ടേഷൻ മോഷനിൽ നമ്മൾ എടുക്കുന്ന ടേം എന്താണ്? ടോർക്ക്. ലീനിയർ മോഷനിൽ നമ്മൾ എടുക്കുന്ന ടേം മൊമെൻറ്റത്തിന് ലീനിയർ മൊമെൻറ്റം P ആണെങ്കിൽ ആംഗുലർ ഇതിനകത്ത് നിന്നാണ് മൊമെൻറ്റം L എന്ന സിമ്പിൾ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആംഗുലർ മൊമെൻറ്റം. ക്ലിയർ ആണോ? അതേപോലെ തന്നെ നമ്മൾ മാസിൻ്റെ കാര്യത്തിൽ മാത്രം M എന്ന് പറഞ്ഞ ടേമിന് കറസ്പോണ്ടിങ് റൊട്ടേഷൻ മോഷനിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I ആണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം ഏറ്റവും ഇമ്പോർട്ടൻ്റ് കുറച്ച് വരുന്ന ടേംസ്. റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ഇസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ, വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി, ആക്സലേഷൻ ആംഗുലർ ആക്സലേഷൻ, ഫോഴ്സ് ടോർക്ക് ആണ്, ലീനിയർ മൊമെൻറ്റം ആംഗുലർ മൊമെൻറ്റം ആണ്. ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇതാ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സിൻ്റെ അനലോഗ് എന്തായിരുന്നു? ഇറ്റ്സ് ടോർക്ക്. ആൻഡ് റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ കുറച്ചായി ഒരു ഐഡിയ കിട്ടി അല്ലേ? ഇതിന് ഓരോ ടേംസ് നമ്മൾ പഠിക്കുമ്പം ലീനിയർ മോഷനിൽ കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. അങ്ങനെയാണെങ്കിൽ തെറ്റൊന്നും വരത്തില്ല, ഡൗട്ടൊന്നും ഉണ്ടാവില്ല, ക്ലിയർ ആയിട്ട് കറക്റ്റ് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ ഈ ഒരു ക്ലാസ്സോട് കൂടി അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഡിസ്റ്റിങ്ക്വിഷ് ലീനിയർ മോഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ. ലീനിയർ മോഷൻ റൊട്ടേഷൻ മോഷൻ എന്താണ്? ലീനിയർ മോഷൻ ആണെങ്കിൽ എല്ലാ മോഷനുള്ള ആ ഒബ്ജക്റ്റിലെ എല്ലാ ഒബ്ജക്റ്റിൻ്റെയും ലീനിയർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. റൊട്ടേഷൻ മോഷൻ ആണെങ്കിലോ റൊട്ടേഷൻ മോഷനിലുള്ള ഒബ്ജക്റ്റിൻ്റെ എല്ലാ ഒബ്ജക്റ്റിൻ്റെയും അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കിളുടെയും ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് എ മെയിൻ ഡിഫറൻസ്, അല്ലെങ്കിൽ അതാണ് ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ? ലീനിയർ മോഷൻ all the particles in the system have the same velocity. അതേസമയം റൊട്ടേഷൻ മോഷനിലോ all the particles in the system have same angular velocity അല്ലേ? നമ്മൾ റൊട്ടേഷനും അതേപോലെ തന്നെ ലീനിയർ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ്. ക്ലിയർ അല്ലേ? ലീനിയർ വെലോസിറ്റി സെയിം ആണ് ഏത്? സ്ട്രെയിറ്റ് പാത്തിൽ ട്രാൻസ്ലേറ്ററി മോഷനിൽ. റൊട്ടേറ്ററി മോഷൻ ആണെങ്കിലെന്തോ ആംഗുലർ വെലോസിറ്റി എല്ലാ പാർട്ടിക്കിളിനും സെയിം ആണ്. ഓക്കെ, റൈറ്റ് ദ ഇക്വേഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ദ ഫോഴ്സ്. ടോർക്കും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. എഫ് ഈസ് ദ ഫോഴ്സ് ആൻഡ് ടോ ഈസ് ദ ടോർക്ക്. റൊട്ടേറ്ററി മോഷനിൽ എടുക്കുന്ന ഫോഴ്സ് ആണ് അല്ലെ? ട്വിസ്റ്റിംഗ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ട്വിസ്റ്റിംഗ് ഫോഴ്സ്. ഒരു ഉദാഹരണത്തിന് എന്താ പറയുക, ഒരു നമ്മൾ വാതിൽ അല്ലേ, എല്ലാ വാതിലിൻ്റെയും സാധാരണ ഒരു വാതിലുണ്ട്, നമ്മൾ വാതിൽ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ വാതിലിൻ്റെ പിടി എപ്പോഴും വരുന്നത് എന്താ? ഏറ്റവും അറ്റത്തോടു കൂടിയായിരിക്കും വരുന്നത് അല്ലേ? ഈ ഒരു ട്വിസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഫോഴ്സ് ആണ് ടോർക്ക്. ദാറ്റ് മീൻസ് അതിന് ആർന്ന് വെച്ചാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ്. ഏതാണോ ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ ആ റൊട്ടേഷനിലേക്ക് വരുന്ന ആ ഡിസ്റ്റൻസിനെയാണ് ആർ എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ടോർക്ക്? ഇറ്റ്സ് എ ട്വിസ്റ്റിംഗ് ഫോഴ്സ്. ട്വിസ്റ്റിംഗ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആർ, ഡിസ്റ്റൻസ് ഫ്രം ദ ഫിക്സഡ് പോയിന്റ്. എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നു? ഇവിടെ റൊട്ടേഷൻ ഉണ്ടാവുന്ന ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ആർ ഡിസ്റ്റൻസ് ഫ്രം ദ ഫിക്സഡ് പോയിന്റ് ടു ദ പോയിന്റ് ഓഫ് റൊട്ടേഷൻ ആൻഡ് എഫ് ആ കൊടുക്കുന്ന ഫോഴ്സ്. അപ്പോൾ ഡിസ്റ്റൻസ് 6 കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ടോർക്ക് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ നമ്മളൊരു ജനൽ തുറക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും അറ്റത്തുനിന്ന് പിടിച്ച് തുറക്കുക അടക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. അതേസമയം വളരെ വിചാകിരിയോടോ അല്ലെങ്കിൽ വളഞ്ഞ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് പിടിച്ച് വലിക്കുമ്പോൾ ഭയങ്കര കൂടുതൽ ഫോഴ്സ് എക്സ്റ്റേണലി കൊടുക്കേണ്ടി വരും അല്ലേ? പക്ഷേ ഇവിടെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ എന്താ? എളുപ്പത്തിൽ അത് മൂവ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ടോർക്ക്? ഇറ്റ്സ് എ ട്വിസ്റ്റിംഗ് ഫോഴ്സ് ആണ്. ട്വിസ്റ്റിംഗ് ഫോഴ്സ് ആണ്.
The turning effect of force is maximum when the angle between R and F is എന്തായിരിക്കും? ഇറ്റ്സ് എ ക്രോസ് പ്രൊഡക്റ്റ് ആണ് അല്ലേ? ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. നമ്മൾ പറഞ്ഞു ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ട്, ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ട്. ഡോട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ കോസ് തീറ്റ എന്നും ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ സൈൻ തീറ്റ എന്നാണ് വരിക. ദാറ്റ് മീൻസ് ആർ എഫ് സൈൻ തീറ്റ. സൈൻ തീറ്റ, സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ തീറ്റ എത്രയായാലാണ് സൈൻ വാല്യൂ 1 ആവണത്? പഠിച്ചിട്ടില്ലേ? എന്തായിരുന്നു? തീറ്റ 90 ആണെങ്കിൽ, 90 ഡിഗ്രി ആണെങ്കിൽ സൈൻ തീറ്റ ബിക്കം 1 ആയി. മാക്സിമം വാല്യൂ ഓഫ് നമുക്കതിൻ്റെ ടോർക്ക് കിട്ടും അല്ലേ? സോ തീറ്റ എന്നത് 90 ആയിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാക്സിമം ട്വിസ്റ്റിംഗ് ഫോഴ്സ്, ടോർക്ക് വാല്യൂ മാക്സിമം ആവും. സോ വാട്ട് ഇസ് ആൻസർ? 90 ഡിഗ്രി. അതേസമയം ഈ ആംഗിൾ ബിറ്റ്വീൻ ദ ആർ ആൻഡ് എഫ് 0 ആണെങ്കിലോ? സൈൻ 0 0. അപ്പോൾ ടോർക്ക് എന്തായി? 0 ആയി മാറി. ഓർത്തിരിക്കുക കേട്ടോ. ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ് ബിക്കം 90 ആയിക്കഴിഞ്ഞാൽ ട്വിസ്റ്റിംഗ് ഫോഴ്സ്, ടോർക്ക് മാക്സിമം ആവും. The possibility of falling backward with the ladder is more when you are height up on the ladder than when you are just begin to climb. Explain why. Just തന്നിരിക്കുന്നത് ഒരു വാളുണ്ട്. വാളിനകത്ത് നമ്മളൊരു ലാഡർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വിചാരിച്ചോ. അപ്പോൾ ലാഡറിൽ നമ്മൾ ഒരാൾ കയറാനായിട്ട് നിൽക്കുന്നു. ഈ ലാഡർ താഴെയാണ് കൂടുതൽ ഫിക്സ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഇയാൾ മുകളിലോട്ട് കയറുന്തോറും എന്ത് പറ്റും? ഈ ഒരു ലാഡർ എന്താ വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇതൊരു ഫിക്സഡ് പോയിന്റ് ആണ്. നമ്മൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് പറ്റും? അവിടുത്തെ ഡിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞ ഫാക്ടർ അല്ലേ, നമ്മുടെ സെൻറ്റർ ഓഫ് മാസ്, അതല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഫോഴ്സിൻ്റെ എഫക്റ്റ് ആർ എന്ന് പറഞ്ഞ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. 6 കൂടുമ്പോൾ എന്ത് പറ്റും? നമ്മൾ പഠിച്ചു ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടോ ഈസ് ഈക്വൽ ടു ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. 6 കൂടിക്കഴിഞ്ഞാൽ എന്ത്? ടോർക്ക് കൂടും. ടോർക്ക് കൂടുന്നിട്ടുണ്ടെങ്കിൽ ട്വിസ്റ്റിംഗ് ഫോഴ്സ് കൂടും, താഴേക്ക് വീഴാനുള്ള ചാൻസും കൂടുതലാണ്. ക്ലിയർ ആണോ? സോ എന്തായിരിക്കും അതിനകത്ത് എക്സ്പ്ലനേഷൻ പോവുക? The torque increases as we climb up. The torque with respect to the lower edge of the ladder increases, which may turn the ladder backward. അപ്പോൾ നമ്മൾ ലാഡറിൽ നിന്ന് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്, ട്വിസ്റ്റിംഗ് ഫോഴ്സ് കൂടുതലാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ്, ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ടോർക്കും ആംഗുലർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെ ഇവിടെ തുടങ്ങും? നമ്മൾ ലീനിയർ മൊമെൻറ്റത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലീനിയർ മൊമെൻറ്റം ഫോഴ്സ്, ടോർക്കിന് പകരം നമ്മൾ ലീനിയർ മോഷനിൽ പറയുന്നത് എന്താ? ഫോഴ്സ് പറയുന്നുണ്ട് അല്ലേ? ആംഗുലർ മൊമെൻറ്റത്തിന് പകരം നമ്മൾ എന്താണ്? ലീനിയർ മൊമെൻറ്റം ആണ് ലീനിയർ ട്രാൻസ്ലേറ്ററി മോഷനിൽ പഠിക്കുന്നത്. ഈ പിയും എഫ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. എന്തായിരുന്നു ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ? The rate of change of momentum is directly proportional to external unbalanced force. ഇതാണ് നമ്മുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. 9ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുക അല്ലേ? അപ്പം ഇതിൻ്റെ നേരെ കറസ്പോണ്ടിങ് റൊട്ടേഷൻ മോഷനിലേക്ക് എടുത്താൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തി. എന്താണ് അപ്പം റിലേഷൻ? ഡി പിക്ക് പകരം നമ്മൾ എന്ത് വേണം? എൽ ആണ് റൊട്ടേറ്ററി മൊമെൻറ്റം. റൊട്ടേറ്ററി ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് എൽ ആണ്. ഫോഴ്സിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ടോ ആണ്. സോ നമുക്ക് എന്ത് ഉത്തരമാണ് കിട്ടേണ്ടത്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടോർക്ക് ആൻഡ് ദ ആംഗുലർ മൊമെൻറ്റം? ടോ ഈസ് ഈക്വൽ ടു dl/dt. അതാണ് ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. എങ്ങനെ നമുക്ക് എത്താൻ പറ്റും? മനസ്സിലായല്ല? നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്താ? ലീനിയറിൽ നിന്ന് നേരെ ട്രാൻസ്ലേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? എല്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എൽ ഇറ്റ്സ് എ ആംഗുലർ മൊമെൻറ്റം. നമ്മൾ ഫോഴ്സിൻ്റെ നമ്മൾ പഠിച്ചില്ലേ? ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ആർ ക്രോസ് എഫ് ആണ്. ടോ ഇസ് ദ ആംഗുലർ അല്ലെങ്കിൽ റൊട്ടേറ്ററി മോഷനിൽ വരുന്ന ഫോഴ്സ് ആണ്. ഇതുപോലെ തന്നെ ലീനിയർ മോഷനിൽ എൽ എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് പി ആണ്. മനസ്സിലായോ? പരസ്പരം കണക്റ്റഡ് ആവാൻ പറ്റുന്നുണ്ടല്ലോ. ലീനിയർ മൊമെൻ്റ് ആണ്, ആംഗുലർ മൊമെൻ്റ് ആണ്. ലീനിയർ ഫോഴ്സ് ആണ്, റൊട്ടേറ്ററി ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ എൽ. We know that L is equal to R cross P. Angular momentum, the relation between angular momentum. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ഇക്വേഷനിലേക്ക് എത്തണം. L is equal to R cross P. Where R cross P. ഇനി എന്താ വേണ്ടത്? dl/dt ഒന്ന് ചെയ്തു നോക്കാം അല്ലേ? dl/dt which is equal to d/dt of R cross P. ക്രോസ് പ്രൊഡക്റ്റിന് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ടേംസിനെയും എടുക്കണം. എങ്ങനെ എടുക്കണം? ഇതതിൻ്റെ റൂളാണ്. റൂൾ ഫോളോ ചെയ്യണം കേട്ടോ. എന്താ? dr/dt ക്രോസ് P പ്ലസ്
ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. ഇതാണ് ഒരു ക്രോസ് പ്രൊഡക്റ്റിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി ചെയ്താൽ ഇതാണ് അതിന് സ്റ്റെപ്പ്. ഓക്കെ, ഡി ആർ ബൈ ഡി ടി. ആർ എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് വെച്ചാൽ എന്താ? ഇത് വെലോസിറ്റി ആണ്. ഇതെന്താണ് ആക്ച്വലി? വെലോസിറ്റി ആണ്. പി എന്ന് വെച്ചാൽ എന്താ? എം വി ആണ് അല്ലേ, മാസ് ഇൻറ്റു വെലോസിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ക്രോസ് പ്രൊഡക്റ്റ്. ഇത് നോക്കിക്കേ, ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് സെയിം വി, ഒരേ ഡയറക്ഷൻ വി വന്നു. ക്രോസ് പ്രൊഡക്റ്റ് വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. ക്രോസ് പ്രൊഡക്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രോസ് പ്രൊഡക്റ്റ് വിൻ്റെ ഡയറക്ഷൻ ഇതാണ്, എം വിയുടെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 0 ആണ്. 0 ആണെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് സൈൻ 0 0. അപ്പോൾ ഈ ഒരു ടേം എന്തായി മാറി? 0 മാറി. ഇത് ഡീറ്റെയിൽ നമ്മൾ ഡെറിവേഷനിൽ കൊടുത്തില്ലെങ്കിലും ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. എങ്ങനെയാ? ഡി ആർ ബൈ ഡി ടി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇസ് വെലോസിറ്റി. പി എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. സോ ബോത്ത് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. സോ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇറ്റ് ബിക്കം 0. സോ ഈ ഒരു ടേം എന്തായി? 0 പ്ലസ് ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. ഡി പി ബൈ ഡി ടി എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഡി പി ബൈ ഡി ടി ഈസ് ആക്ച്വലി ഫോഴ്സ്. അപ്പോൾ എന്തോന്നു? ആർ ക്രോസ് എഫ് ആയി. ആർ ക്രോസ് എഫ് എന്താണ് നമ്മൾ പഠിച്ചിരിക്കണത്? ആർ ക്രോസ് എഫ് ഇസ് ടോ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ടോ. എന്തായി കിട്ടിയത്? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ. ദിസ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ടോക്ക്. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? എളുപ്പമല്ലേ? എന്താ വല്ല ഡൗട്ട് ഉണ്ടോ? ആരും റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ. സ്പീഡാണെന്നറിയാം, പിന്നെ റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് മിസ് പൊയ്ക്കോട്ടെ. നമുക്ക് ചാപ്റ്റേഴ്സ് കുറേ ഉണ്ട്, സമയം പക്ഷേ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. പറ്റാവുന്നത്ര നമുക്ക് കവർ ചെയ്യാം അല്ലേ. ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ. ഡിറൈവ് ചെയ്തു. ക്ലാസിക്കൽ ഡാൻസർ ഗിവിങ് ദെയർ ഹാൻഡ്സ് ക്ലോസർ ടു ദെയർ ബോഡി ടു റൊട്ടേറ്റ് ഫാസ്റ്റർ. നെയിം ദ പ്രിൻസിപ്പിൾ എംപ്ലോയ്ഡ് ബൈ ദം. നമ്മൾ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് അല്ല എപ്പോഴും കൈ ഇങ്ങനെ കൂടുതൽ ക്ലോസർ, ബോഡിയോട് ക്ലോസർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ആംഗുലർ വെലോസിറ്റി കൂടും. അത് ഏത് ലോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ലോ ആയിരിക്കും? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. നമ്മുടെ റൊട്ടേറ്ററി മോഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ട്രാൻസ്ലേറ്ററി ലീനിയർ മോഷനെ കൺസിഡർ ചെയ്യാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്തായിരുന്നു? നമ്മൾ പഠിച്ചിരിക്കുന്നത് ഡി പി ബൈ ഡി ടി ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ. നമ്മൾ പഠിച്ചിരിക്കുന്ന ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, എഫ് 0 ആണെങ്കിൽ എന്ത് പറ്റും? ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഡി പി ബൈ ഡി ടി 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് തന്നെ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് അല്ലേ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് എന്താ? എക്സ്റ്റേണൽ ആൻഡ് അൺബാലൻസ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അവിടെ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇല്ല. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇല്ല. ചേഞ്ച് ഓഫ് മൊമെൻറ്റും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്, മൊമെൻറ്റം കൺസേർവ്ഡ് ആണ് അല്ലേ. ഇത് തന്നെയാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിൽ പറയുന്നത്. ആംഗുലർ മൊമെൻറ്റം എന്താണ്? ടോ എന്ന് പറഞ്ഞാൽ ഡി എൽ ബൈ ഡി ടി ആണ്. ടോ എന്നാൽ ഡി എൽ ബൈ ഡി ടി ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ടോർക്ക്. ടോർക്ക് 0 ആണെങ്കിൽ എന്ത് വരും? എൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോൺസ്റ്റൻറ്റ് അല്ലേ. എൽ കോൺസ്റ്റൻ്റ് ആണ്. എൽ എന്തായിരുന്നു? ഇറ്റ്സ് ആൻ ആംഗുലർ മൊമെൻറ്റം. മൊമെൻറ്റം നമ്മുടെ ലീനിയർ മോഷത്തിൽ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ആയിരുന്നു എം വി ആണല്ലേ, മാസ് ഇൻറ്റു വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആംഗുലർ മൊമെൻറ്റ് എന്തായിരിക്കും? എമ്മിന് പകരം നമ്മൾ യൂസ് ചെയ്ത റൊട്ടേറ്ററി മോഷനിലെ ടേം ഏതായിരുന്നു? വാട്ട് ഈസ് ദ റൊട്ടേഷണൽ മോഷനത്തിൽ മാസിൻ്റെ അനലോഗായിട്ട് പഠിച്ചിരിക്കുന്ന എന്ത് ടേം ആയിരുന്നു? ഓർമ്മയുണ്ടോ? ആരാ പറയാ? ഇറ്റ്സ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഐ എന്നൊരു ടേം മിസ് പറഞ്ഞായിരുന്നു. ഐ എന്താണ്? മാസിന് പകരം യൂസ് ചെയ്യുന്ന ടേം എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ. വെലോസിറ്റിക്ക് പകരം യൂസ് ചെയ്യുന്ന എന്താണ്? ഒമേഗ, ഐ ഒമേഗ. ഇത് ഓർത്തിരിക്കുക കേട്ടോ. ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാതെ പരസ്പരം കണക്ട് ചെയ്ത് പഠിക്കാം. പി ഈസ് ഈക്വൽ ടു എം വി കുറേ തവണ മിസ് പറഞ്ഞൂലേ. പിക്ക് വരാം റൊട്ടേഷൻ മോഷനിൽ എൽ ആംഗുലർ മൊമെൻറ്റം പറയും. മാസിന് പകരം നമ്മൾ റൊട്ടേറ്ററി മോഷനിൽ എടുക്കുന്ന ടേം ഐ ആണ്. വിക്ക് പകരം യൂസ് ചെയ്യുന്നത് ഒമേഗയാണ്. സോ എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. ഇറ്റ്സ് ആൻ ഇക്വേഷൻ. അപ്പം എൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഐ ഒമേഗയും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഐ ഒമേഗ കോൺസ്റ്റൻ്റ്. where I is equal to mr square. അത് പറഞ്ഞുതരാം കേട്ടോ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ mr square ആണ്. മാസ് ഇൻറ്റു ആർ, റേഡിയസ് ഓഫ് ഗൈറേഷൻ mr square ആണ്. അപ്പോൾ ഞാനതൊന്ന് ഇതിന് പറയുന്നത് കൊടുക്കാം. ഐ എന്ന് പറയുന്നത് എം,
ആർ സ്ക്വയർ ഒമേഗ ഈസ് എ കോൺസ്റ്റൻറ്റ്. എം ആർ സ്ക്വയർ, വേറെ ആർ എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്റ്റൻസ്. ഇപ്പം ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ നീട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്നാണ് ആർ. ഇപ്പം വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് ഒമേഗ? ഒമേഗ ഇസ് വെലോസിറ്റി അല്ലേ. ഇതിൽ നിന്നും കിട്ടുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇതിൽ നിന്നും കിട്ടുന്ന ഒരു പോയിന്റ് മിസ് എന്താണെന്ന് പറയാം, ഒമേഗ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. അതായത് റേഡിയസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ ഒമേഗ ആംഗുലർ വെലോസിറ്റി കുറയും. മനസ്സിലായല്ല? ഒമേഗ എന്ത് പറ്റും? കുറയും. ആറ് കൂടിക്കഴിഞ്ഞാൽ, കൈ നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ 6 ഡിസ്റ്റൻസ് കൂടുന്നു, ഒമേഗ ആംഗുലർ വെലോസിറ്റി കുറയുന്നു. അതേസമയം കൈ ക്ലോസർ ടു ആ ബോഡി ആണെങ്കിൽ ആ ഡിസ്റ്റൻസ്, ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, നമ്മുടെ ഒബ്ജക്റ്റ് എത്രത്തോളം ഡിസ്റ്റൻസ് വരുന്നു ആ ഡിസ്റ്റൻസ് ആണ് അവിടെ ആർ എന്ന് പറയുന്നത്. 6 കുറഞ്ഞു. 6 കുറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി, 6 കുറഞ്ഞാൽ ഒമേഗ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി കൂടി, അതായത് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൈ കൂടുതൽ ചുരുക്കി വെക്കുക. അല്ലെങ്കിൽ എന്താണ്, ആ ഒരു ക്ലോസർ ടു ആ ബോഡി ആയി കഴിഞ്ഞാൽ 6 കുറയും, ഒമേഗ സ്പീഡിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പറഞ്ഞിരിക്കുന്ന ലോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അനുസരിച്ച് dl/dt ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ടോർക്ക്, ടോർക്ക് 0 ആണെങ്കിൽ dl/dt ഇസ് 0. therefore L കോൺസ്റ്റൻ്റ് ആണ്. L കോൺസ്റ്റൻ്റ് ആണെങ്കിൽ Lൻ്റെ ഇക്വേഷൻ എന്താണ്? ഇറ്റ്സ് I ഒമേഗ. I ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. I ഈസ് mr സ്ക്വയർ. mr സ്ക്വയർ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. mr സ്ക്വയർ ഒമേഗ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ? ഒമേഗ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. അതായത് 6 കൂടിക്കഴിഞ്ഞാൽ ഒമേഗ ആംഗുലർ വെലോസിറ്റി, 6 കൂടിക്കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി കുറയും. അതേസമയം 6 കുറഞ്ഞു കഴിഞ്ഞാലോ? 6 കുറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ കൂടി. ക്ലിയർ അല്ലേ? 6 കുറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ, അതായത് വെലോസിറ്റി, ട്വിസ്റ്റിംഗ് വെലോസിറ്റി പരസ്പരം കണക്ട് ചെയ്യുക കേട്ടോ. ലീനിയർ ആൻഡ് റൊട്ടേറ്ററി മോഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്തും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഉത്തരം എങ്ങനെ എഴുതണം നോക്കാം. Law conservation of angular momentum. If the total external torque on a system of a particle is 0, that means in the absence of an external torque, then the total angular momentum of a system is conserved. That is the law related to this concept. അല്ലേ, ഈ തന്നിരിക്കുന്ന കൺസെപ്റ്റായിട്ട് ബന്ധപ്പെട്ട ലോ അതാണ്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് മിസ് പറഞ്ഞത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. A wheel starting from rest acquire an angular velocity of 10 radian per second. ആംഗുലർ വെലോസിറ്റി എന്നിട്ടുണ്ട് അല്ലേ. ഒമേഗ ഇസ് ഈക്വൽ ടു 10 റേഡിയൻ പെർ സെക്കൻഡ് ആണ് ഇൻ 2 സെക്കൻഡ്. ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് ആണ്. ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ വീൽ ഈസ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ സിമ്പിൾ എന്നാ I ഈസ് ഈക്വൽ ടു 0.4 എന്നാ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ്. നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ടോർക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ദാറ്റ്സ് എ ട്വിസ്റ്റിംഗ് ഫോഴ്സ് അല്ലേ. ടോ ഈസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന ഇക്വേഷൻ ടോർക്ക്, ഇറ്റ്സ് എ ട്വിസ്റ്റിംഗ് ഫോഴ്സ്. എഫ് ഈസ് ഈക്വൽ ടു എം എ. എഫ് ഈസ് ഈക്വൽ ടു എം എ. എക്ക് എമ്മിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്താണ്? ടോർക്ക് ആവുമ്പം ഇറ്റ്സ് ഐ. മാസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഐ. പഠിച്ചു. എമ്മിന് പകരം ഐ, എക്ക് പകരം ആൽഫ. ഐ ആൽഫ. ഇവിടെ ആൽഫയുടെ ടേം തന്നിട്ടുണ്ടോ? ഇല്ല. ആൽഫ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? എക്ക് പകരം നമ്മൾ യൂസ് ചെയ്ത ടേം ആൽഫ, എമ്മിന് പകരം യൂസ് ചെയ്ത ടേം ഐ, വിക്ക് പകരം യൂസ് ചെയ്ത ടേം എന്തായിരുന്നു? ഒമേഗ. ഓക്കെ, സോ നമുക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. തന്നിരിക്കുന്ന ആക്സലറേഷനെയും ആംഗുലർ വെലോസിറ്റി നമ്മൾ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും. ആൽഫയ്ക്ക് വരെ എന്താ? ഒമേഗ ബൈ ടി കൊടുക്കുക അല്ലേ. ദാറ്റ് മീൻസ് ഐ ഒമേഗ ബൈ ടി. വെലോസിറ്റി ബൈ ടൈം ഈസ് ആക്സിലറേഷൻ. ഐ എത്ര തന്നിരിക്കുന്നത്? ഐ ഈസ് 0.4 ആണ്. ആൻഡ് ഒമേഗ ഈസ് 10 ആണ്. ആൻഡ് ദ ടൈം ഈസ് 2 സെക്കൻഡ്. എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഉത്തരത്തിൽ എത്തുമ്പോൾ എത്ര വരും? ഇറ്റ്സ് 2 ജൂൾ. ഓക്കെ, ആൻസർ എന്തെന്നു? ടോർക്ക്. ആൻസർ ബിക്കം 2 ജൂൾ ഈസ് ദ ആൻസർ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ ചാനലിലെ ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എല്ലാവരും അതിൽ കയറി ജോയിൻ ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാട്ട് എത്രയും വേഗം. അപ്പം ഇനിയുള്ള ക്ലാസ്സുകൾ ഡീറ്റെയിൽസ് എല്ലാം അപ്പം നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മൊമെൻറ്റ് ഓഫ്
inertia of two rotating body A and B are IA, IB. നമുക്ക് രണ്ട് റൊട്ടേറ്റിംഗ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ IA, IB ആണ്. വേർ IA is greater than IB and the angular momentum are equal. their angular momentum equal ആണ്. Which one has greater kinetic energy? ഏതിനായിരിക്കും kinetic energy കൂടുതൽ? നമുക്ക് kinetic energy, momentum ഒക്കെ എന്നുള്ള റിലേഷൻ നമ്മൾ ലീനിയർ ട്രാൻസ്ലേറ്ററി മോഷനിൽ പഠിച്ചു. ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീനിയർ മോഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് തമ്മിലുള്ള റിലേഷൻ? നമ്മൾ പഠിച്ചതാണല്ലോ kinetic energy എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? kinetic energy is equal to P square by 2m. ഓർമ്മയിലേക്ക് kinetic energy മൊമെൻ്റ് നമ്മൾ ലീനിയർ മോഷനിൽ പഠിച്ച ഇക്വേഷൻ. അത് റൊട്ടേറ്ററി മോഷനിലേക്ക് പോകുമ്പോൾ എന്താ kinetic energy ബിക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? മൊമെൻറ്റത്തിന് പകരം ലീനിയർ മൊമെൻറ്റത്തിന് പകരം റൊട്ടേറ്ററി മോഷനിൽ ആംഗുലർ മൊമെൻറ്റം L സ്ക്വയർ ബൈ 2m. എമ്മിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? 2I. മാസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I ആണ്. അപ്പോൾ ഇത് റൊട്ടേറ്ററി മോഷനിലെ റിലേഷൻ ആണ് അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ I ഗ്രേറ്റർ ആണ് ആൻഡ് ആംഗുലർ മൊമെൻറ്റം ആർ ഈക്വൽ. ആംഗുലർ മൊമെൻറ്റം ഈക്വൽ ആണ്. ആംഗുലർ മൊമെൻറ്റം ഈക്വൽ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആംഗുലർ L കോൺസ്റ്റൻ്റ് ആണെന്ന് അർത്ഥം. L കോൺസ്റ്റൻ്റ് ആണെങ്കിൽ kinetic energy എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അല്ലേ? L കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വാട്ട് ഇസ് ദ റിലേഷൻ? kinetic energy is inversely proportional to moment of inertia. moment of inertia കൂടി കഴിഞ്ഞാൽ kinetic energy കുറഞ്ഞു. moment of inertia കുറഞ്ഞു കഴിഞ്ഞാലോ kinetic energy കൂടി എന്നർത്ഥം. ഇതിൽ moment of inertia കൂടുതലേന്നാ എക്ക് moment of inertia കൂടുതലാണെങ്കിൽ അതിൻ്റെ kinetic energy എന്തായിരിക്കും? kinetic energy of A ഈസ് കുറവായിരിക്കും അല്ലേ? അത് കുറവായിരിക്കും. moment of inertia of B എന്ന് പറഞ്ഞാൽ കുറവാണെങ്കിൽ അതിൻ്റെ kinetic energy എന്ത് പറ്റും? kinetic energy of B എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. So what is the relation? Which one has greater kinetic energy? ഏതായിരിക്കും kinetic energy കൂടുതൽ? Bക്ക്. kinetic energy of B is greater than kinetic energy of A. ക്ലിയർ ആണോ റിലേഷൻ? നമ്മളെപ്പോഴും പഠിച്ചത് എങ്ങനെയാണ്? നമ്മൾ ബേസിക് ട്രാൻസ്ലേറ്ററി മോഷനിൽ നിന്നാണ് റൊട്ടേറ്ററി മോഷനിലേക്ക് പോയേക്കണത്. സോ അങ്ങനെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. സോ ആൻസറിലേക്ക് പോവാം. സിൻസ് IA is greater than IB, kinetic energy of second body is greater than KB is greater than kinetic energy of A. ക്ലിയർ അല്ലേ? അപ്പം മൊമെൻറ്റം ആ ഒരു റിലേഷൻ ട്രാൻസ്ലേറ്ററിൽ നിന്ന് റൊട്ടേറ്ററി മോഷനിലേക്ക് മനസ്സിൽ തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ആ ഒരു മെത്തേഡിൽ തന്നെ പഠിച്ചു പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ തിയറം ഓഫ് പാരലൽ ആക്സിസ് ഓൺ ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. നമുക്ക് എന്താണ് പാരലൽ ആക്സിസ് തിയറം പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യുക. പാരലൽ ആക്സിസ് തിയറം അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ബൈ ഹാർട്ട് ചെയ്യുക. സമയം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം മിസ് ഇച്ചിരി സ്പീഡ് ആവുകയാണ് കേട്ടോ. ദി തിയറം ഓഫ് പാരലൽ ആക്സിസ് സ്റ്റേറ്റ് ദാറ്റ് എന്താണെന്ന് വേഗം ഷോർട്ടായിട്ട് പറയുകയാണ് കേട്ടോ. ഒരു റൊട്ടേറ്റിംഗ് ബോഡി ഉണ്ടെന്ന് വിചാരിച്ചോ, ഏതെങ്കിലും ഒരു ഇറഗുലർ ഷേപ്പായിട്ടൊരു ഒബ്ജക്റ്റ് അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഒബ്ജക്റ്റിനും ഒരു റൊട്ടേഷൻ ഉണ്ട് അല്ലേ? ആ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള ആ ഒരു ടെൻഡൻസിയാണ്, അല്ലെങ്കിൽ മൂവിങ് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആ ഒരു ടെൻഡൻസിയാണ്, അല്ലെങ്കിൽ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നാണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഒരു ഒബ്ജക്റ്റ് സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്, ICM ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പാരലായിട്ട് ഒരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഏതെങ്കിലും സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള ഒരു ആക്സിസിന് പാരലായിട്ട് ഏതൊരു ആക്സിസ് എടുത്തിട്ടുണ്ടെങ്കിലും ലെറ്റ് ഇറ്റ് ബി I, അതേ കൂടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? I മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ത്രൂ എനി ആക്സിസ് വിച്ച് ഇസ് പാരലൽ ടു ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ത്രൂ എനി പാരലൽ ടു ദ ആക്സിസ് which is passing through the center of mass ആണെങ്കിൽ moment of inertia through I is equal to ICM, center of mass കൂടിയുള്ള moment of inertia plus it's a product of mr square, mass and the square of the distance between them. ഇത് തമ്മിലുള്ള ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനും അതിൻ്റെ എമ്മിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ഇതായിരിക്കും റിലേഷൻ. I is equal to ICM plus mr square. That's a പാരലൽ ആക്സിസ് തിയറം. ഇത് ഉപയോഗിച്ച് നമുക്ക് ഡെറിവേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പം മിസ് അടുത്ത ഡെറിവേഷനിലേക്ക് പോവാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. State the theorem of perpendicular axis theorem on a moment of inertia. Derive the expression to find the moment of inertia of a disk about one of its diameter with the help of a neat diagram. അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എങ്ങനെ പറയണത്? നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അതേപോലെ ഒരേപോലെയുള്ള രണ്ട് ആക്സിസ് എടുത്തിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി IX, ലെറ്റ് ബി IY,
ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലറായിട്ട് മറ്റൊരു ആക്സിസ് ഐ സെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഐ സെഡ് എന്ന് പറഞ്ഞാൽ ഐ എക്സിൻ്റെയും ഐ വൈയുടെയും സം ആയിരിക്കും. ദാറ്റ് മീൻസ് ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ദിസ് ഈസ് ദ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മിസ് സ്പീഡിൽ പറയുന്നു. ഓക്കെ, സോ ഇത് ഉപയോഗിച്ച് നമ്മുടെ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. എന്താ ഡെറിവേഷൻ? ഡിറൈവ് ദ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് about one of its diameter with the help of a neat diagram. എന്താണ് പിടിക്കുന്നത്? Derive the expression for the moment of inertia of what? Disk. ഒരു ഡിസ്കിൽ കൂടിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. ഡിസ്ക് ആണ് അല്ലേ? പിന്നെ എന്താണ്? about one of its diameter with the help of ഒരു ഡിസ്ക് മിസ് കൺസിഡർ ചെയ്തു. ഒരു ഡിസ്ക്, റിംഗ് അല്ല, ഡിസ്ക്. അതിൽ തന്നെ നമുക്കൊരു കാര്യമുണ്ട്. ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് mr²/2. അത് ബൈ ഹാർട്ട് ചെയ്യാം. ഓരോ ഒബ്ജക്റ്റിൻ്റെയും സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, അതേസമയം ഒരേ റേഡിയസ് ഉള്ള ഒരു റിങ്ങിൽ കൂടെയുള്ള റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ mr² ഉള്ളൂ. ഡിസ്ക് ആണെങ്കിൽ mr²/2 ബൈ ഹാർട്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഓരോന്ന് തന്നിട്ടുണ്ട്. ഡിസ്ക് തന്നിട്ടുണ്ട്, റിങ് തന്നിട്ടുണ്ട്, സിലിണ്ടർ തന്നിട്ടുണ്ട്, റോഡ് തന്നിട്ടുണ്ട്, സ്ഫിയർ തന്നിട്ടുണ്ട്, ഹോളോ സ്ഫിയർ ആൻഡ് സോളിഡ് സ്ഫിയർ ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കൺസെപ്റ്റ് ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ഡിസ്ക് ഈസ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഈസ് mr²/2. ദാറ്റ്സ് എ ഇനീഷ്യൽ നമ്മുടെ പോയിന്റ്. നമുക്ക് അറിയാവുന്ന സ്റ്റാർട്ടിങ് വാല്യൂ അതാണ്. ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? about one of its diameter. ഡിസ്കിൻ്റെ ഡയമീറ്റർ എങ്ങനെ വരാം? രണ്ട് രീതിയിലും വരാം അല്ലേ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു. പെർപെൻഡിക്കുലർ ആക്സിസിൽ ഇതിലെ ഏതെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെ റേഡിയസ് മിസ് ഒന്ന് സർക്കിൾ ഒരു 2 ഡയമെൻഷനിൽ മിസ് അത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനെ എങ്ങനെ എടുക്കണത്? ഒരു ഇതിൻ്റെ രണ്ടിൻ്റെയും റേഡിയസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഏത് ആക്സിസ് എടുത്താലും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സെയിം ആയിരിക്കും. അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഏത് ഈ രണ്ട് ഡയമീറ്റർ എടുത്തെന്ന് വിചാരിച്ചോ, ഒന്ന് ഐ എക്സ് ആയിട്ട് എടുത്തു, ഒന്ന് ഐ വൈ ആയിട്ട് എടുത്തു. ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ഐ സെഡ് ആക്കി എടുത്തു. ഐ സെഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് mr²/2 ആണ്. എക്സിൽ കൂടി ആയാലും വൈ കൂടി ആയാലും രണ്ടും ഡയമീറ്റർ ആണ്. സോ ഏത് ഡയമീറ്റർ കൊടുത്താലും സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയമീറ്റർ കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അതിനെല്ലാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സെയിം ആയിരിക്കും. സോ ലെറ്റ് ബി ഐ പ്ലസ് ഐ ഇസ് 2i. രണ്ടും സെയിം അല്ലേ? ഐ പ്ലസ് ഐ 2i. ദാറ്റ് മീൻസ് 2i is equal to mr²/2. Therefore I is equal to mr²/4. That means ഒരു ഡിസ്ക് എന്താ പറയുക, ഒരു ഡിസ്ക് ഷേപ്പിലൊരു ഒബ്ജക്റ്റ് അത് റൊട്ടേറ്റ് ചെയ്യുക. അതെങ്ങനെ പല രീതിയിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഉണ്ട്. പിന്നെ എന്താ, ത്രൂ ദ ഡയമീറ്റർ പാരലായിട്ട് ഡയമീറ്റർ വെച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അതെങ്ങനെയാണത് കണ്ടിന്യൂ ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ആ മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്, അതാണ് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അതിൻ്റെ റൊട്ടേഷനിൽ ചേഞ്ച് വരാതിരിക്കാനുള്ള ആ ഒരു നേച്ചറില്ലേ, ദാറ്റ്സ് ഇനേർഷ്യ, ദാറ്റ്സ് എ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അത് ഓരോ രീതിയിലും വ്യത്യാസമായിരിക്കും. ഒബ്ജക്റ്റിൻ്റെ സൈസിനെ വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ എടുത്തിരിക്കുന്ന ആക്സിസ് എങ്ങനെയാണ്, ആക്സിസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ്, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇവിടെ ഡിസ്ക് ആണ് എടുത്തിരിക്കുന്നത്. ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ നമുക്കറിയാം mr²/2 ആണ്. അത് നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്ത് ഡയമീറ്ററിൽ കൂടെയുള്ള സെൻറ്റർ ഓഫ് മാസിൽ കൂടെയും അതേപോലെ തന്നെ ഡയമീറ്ററിൽ കൂടെയും കടന്നു പോകുന്ന രീതിയിൽ നമ്മളൊരു ഫിഗർ കൺസിഡർ ചെയ്തു. അത് ഐ എക്സ് ഐ വൈ ഐ സെഡ് എന്ന് പറഞ്ഞ ടേം കൊടുത്ത് എക്സും വൈയും ഡയമീറ്റർ ആണെങ്കിൽ എന്താ, ഉറപ്പായിട്ടും രണ്ട് ആക്സിസ് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സെയിം. അതുകൊണ്ടാണ് ഐ എക്സ് ഐ വൈ സെയിം ആയിട്ട് വന്നത്. ലെറ്റ് ബി ഐ പ്ലസ് ഐ 2i. അങ്ങനെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടി. ദാറ്റ് ഈസ് mr²/2. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്നും ഫോളോ ചെയ്യില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസർ എന്തോ mr²/4 ഇസ് ദ ആൻസർ. ഓക്കെ, a solid cylinder of mass 20 kg rotates about its axis with an angular speed
100 radian per second. The radius of the cylinder is 0.25 meter. What is the magnitude of angular momentum of the cylinder about its axis? Question ഒന്ന് വായിച്ചിട്ട് തന്നിരിക്കുന്ന ടേംസ് ഒന്ന് നോക്കിക്കേ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 20 കിലോഗ്രാം മാസ് തന്നിട്ടുണ്ട്. മാസ് ഇസ് ഈക്വൽ ടു എത്ര മാസ്? എം ഇസ് ഈക്വൽ ടു 20 കിലോഗ്രാം ആണ്. Rotate about its axis with angular speed. Angular speed, that means omega is equal to 100 radian per second തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നത് സോളിഡ് സിലിണ്ടർ ആണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് സിലിണ്ടർ പഠിക്കണം. ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ഇസ് mr²/2 ആണ്. അത് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. മിസ് പറഞ്ഞു ഓരോ ഷേപ്പിനനുസരിച്ച് സെൻറ്റർ ഓഫ് മാസ് എത്രയാണ് അത് ബൈ ഹാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ നമുക്ക് 6 തന്നിട്ടുണ്ട്. R is equal to 0.25 മീറ്റർ ആണ്. ആൻഡ് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആംഗുലർ മൊമെൻറ്റം? ആംഗുലർ മൊമെൻറ്റം എന്തായിരുന്നു സിമ്പിൾ? മൊമെൻറ്റം പി ആണ്. ആംഗുലർ മൊമെൻറ്റം ആണെങ്കിൽ എൽ ആണ് അല്ലേ? എല്ല് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെ പി ഇസ് ഈക്വൽ ടു എം വി. പിക്ക് പകരം നമ്മൾ റൊട്ടേറ്ററി മോഷനിൽ എൽ യൂസ് ചെയ്യുന്നു. എമ്മിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഐ, പിക്ക് പകരം യൂസ് ചെയ്യുന്നത് ഒമേഗ. കണ്ടല്ല? അപ്പോൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇതിന് നേരെ അങ്ങോട്ട് പോയാൽ മതി. ദാറ്റ് മീൻസ് എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. ഐ എത്രയാണ്? തന്നിരിക്കുന്ന ഒരു സിലിണ്ടർ ആണ്. സിലിണ്ടറിൻ്റെ ഐയുടെ വാല്യൂ mr²/2 ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സിലിണ്ടർ അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഇസ് mr²/2. ദാറ്റ് മീൻസ് 1/2 mr². അപ്പോൾ ഈ ഒരു വാല്യൂ ഇവിടെ കൊടുത്താൽ പോരെ? നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ദാറ്റ് മീൻസ് എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. ഐൻ്റെ വാല്യൂ എന്തായിരുന്നു? mr²/2. ആൻഡ് ഒമേഗ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? എം എത്രയാണ്? 20 ആണ്. റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.25 ഓൾ സ്ക്വയർ ആണ്. ആൻഡ് ഒമേഗ ഈസ് ഇൻറ്റു 100 ആണ്. ഡിവൈഡ് ബൈ ആൻഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എന്ത് വരും? 62.5 ജൂൾ സെക്കൻഡ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. മനസ്സിലായോ? ഈ ഒരു ഇക്വേഷൻ ഒന്നും അറിയില്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം ബേസിക് ഇക്വേഷനെ കണക്ട് ചെയ്ത് പഠിക്കുക. ബൈ ഹാർട്ട് ചെയ്യരുത്, മനസ്സിലാക്കി തന്നെ പോവാട്ടോ. ക്ലിയർ അല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡയമീറ്റർ ഓഫ് എ റിംഗ്. ഒരു റിങ്ങിൻ്റെ ഡയമീറ്റർ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr²/2 ആണ്. നമ്മൾ ഡിസ്ക് നോക്കി, സിലിണ്ടർ നോക്കി, ഇപ്പം എന്താ തന്നിരിക്കുന്നത്? റിംഗ് ആണ് അല്ലേ? ഒരു റിങ്ങിൻ്റെ തന്നിരിക്കുന്നത് എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ഡയമീറ്റർ ഓഫ് ദ റിംഗ്. അതായത് ഒരു ഡയമീറ്ററിൽ കൂടെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് mr²/2 എന്ന് തന്നിട്ടുണ്ട്. Name the theorem that helps to find the moment of inertia about the tangent parallel to the diameter. അതായത് about the tangent, ഈ ഡയമീറ്ററിന് പാരലായിട്ടും ടാൻജൻ്റ് ആയിട്ടും ഇങ്ങനെ ഒരു ആക്സിസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് ഏത് റൂൾ എടുക്കാൻ പറ്റും? പെർപെൻഡിക്കുലർ ആണോ പാരലാണോ? അപ്പോൾ നമ്മൾ നോക്കണം, തന്നിരിക്കുന്ന ആക്സിസ് നോക്കുക. പെർപെൻഡിക്കുലർ ആണോ പാരലാണോ? രണ്ടും പാരലാണ് അല്ലേ? അപ്പം ഏത് റൂള് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും? പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം മീൻസ് എങ്ങനെ പറഞ്ഞേ? ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ICM, സെൻറ്റർ ഓഫ് മാസ് പ്ലസ് mr² ആണ് അല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒന്നറിയാം. ഇതിൻ്റെ റേഡിയസ് r ആണെങ്കിൽ മാസ് m ആണെങ്കിൽ ഇക്വേഷനിലേക്ക് ഉപയോഗിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അല്ലേ? സോ നെയിം ദ തിയറം. ഏത് തിയറാണ്? പാരലൽ ആക്സിസ് തിയറം. നമ്മളത് സ്റ്റേറ്റ് ചെയ്ത് പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ഡ്രോ ദ ഡയഗ്രാം വരച്ചു. ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ടാൻജന്റ് പാരലൽ ടു ദ ഡയമീറ്റർ ഓഫ് ദ റിംഗ്. പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഡയമീറ്റർ ഈ ടാൻജന്റിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെയാ? ഇക്വേഷൻ മിസ് പറഞ്ഞല്ലേ? അപ്പം ഐ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ത്രൂ ദ ആക്സിസ് വിച്ച് ഈസ് ടാൻജന്റ് ടു ദ പോയിന്റ് വിച്ച് ഈസ് പാരലൽ ടു ദ ഡയമീറ്ററിന് പാരലും ടാൻജന്റ് ടു ദ റിംഗുമായിട്ടുള്ള ആക്സിസിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നാൽ I is equal to ICM which is mr²/2. തന്നിരിക്കുന്ന സെൻറ്റർ ഓഫ് മാസ് ത്രൂ ദ ഡയമീറ്റർ പ്ലസ് മാസ് എന്താണ്? മാസ് ഓഫ് ദ റിംഗ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ് ആർ r. ഹിയർ r തന്നെ വന്നു. അപ്പോൾ ഞാൻ എന്താണ് രണ്ടും ഡിനോമിനേറ്ററൊക്കെ സെയിം ആക്കാനായിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈയും ചെയ്തു കേട്ടോ. സോ എന്ത് എഴുതാൻ പറ്റും? mr² പ്ലസ് 2
എം ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. സോ ആൻസർ ബിക്കം എന്ത് വന്നു? ഇസ് ഈക്വൽ ടു 3 എം ആർ സ്ക്വയർ ബൈ 2. ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് മീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇങ്ങനത്തെ രീതിയിൽ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഉറപ്പ്, 100% ഉറപ്പ്. ഓക്കെ, സോ ആൻസർ നമുക്ക് കിട്ടിയല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. We know that the angular momentum is a quantity associated with the rotation of body. Write down the, നമ്മൾ പറഞ്ഞു മാസും ആംഗുലർ മൊമെൻറ്റും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. റൈറ്റ് ഡൗൺ ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? ആംഗുലർ മൊമെൻറ്റം എൽ എന്ന് പറഞ്ഞ സിമ്പിളാണ്. അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല ml² t⁻⁻⁻⁻⁻. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡയമെൻഷൻ ഫോർമുലയെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഓർക്കുക. വെൻ പോളാർ ഐസ് മെൽറ്റ്, ഒരു അടുത്ത ക്വസ്റ്റ്യൻ. വെൻ പോളാർ ഐസ് മെൽറ്റ് വാട്ട് വിൽ ഹാപ്പൻസ് ടു ദ ഡ്യൂറേഷൻ ഓഫ് ഡേ? നമ്മുടെ എർത്തിൻ്റെ പോളാർ ഐസ് എല്ലാം മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഐസ് എല്ലാം എന്താ വാട്ടറായിട്ട് ഓഷൻ്റെ ലെവൽ അങ്ങ് ഇൻക്രീസ് ചെയ്യും അല്ലേ. ഓഷൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർ എന്ന് പറഞ്ഞ ഫാക്ടർ എന്ത് പറ്റും? ഇൻക്രീസ് ആവും. നമ്മൾ പറഞ്ഞില്ലേ ലോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിൽ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? എല്ല് കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യം തമ്മിലുള്ള റിലേഷനാണ്? ആറും ഒമേഗയും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പഠിച്ചു. നമ്മൾ ഐസ് എല്ലാം മെൽറ്റായി കഴിഞ്ഞാൽ എർത്തിൻ്റെ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ എർത്ത് ഇൻക്രീസ്ഡ് ആവും. റേഡിയസ് ഓഫ് എർത്ത് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? 6 കൂടി കഴിഞ്ഞാൽ സ്പീഡ് കുറയും. നമ്മുടെ സ്പീഡ് കുറയും. അപ്പോൾ എർത്തിൻ്റെ ഡേ ഡ്യൂറേഷൻ കൂടുതലാവും. അപ്പോൾ ഇതെല്ലാം പരസ്പരം അങ്ങോട്ട് ആലോചിച്ച് ഉത്തരത്തിലേക്ക് എത്തുക കേട്ടോ. സോ എന്തായിരിക്കും ആൻസർ? അക്കോർഡിംഗ് ടു ലോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം L = I⍵. നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താ പറ്റുക? ദ ഡ്യൂറേഷൻ ഓഫ് ഡേ വിൽ ഇൻക്രീസ്. ക്ലിയർ? എന്തുകൊണ്ടാണ്? 6 കൂടുന്നു. 6 കൂടി കഴിഞ്ഞാൽ ഒമേഗ കുറയുന്നു. ആംഗുലർ വെലോസിറ്റി കുറയും. ആംഗുലർ വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? സ്പീഡ് കുറഞ്ഞു. ഡേ ഡ്യൂറേഷൻ കൂടി എന്നർത്ഥം. ക്ലിയർ അല്ലേ? ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ ആംഗുലർ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വേഗം വായിക്കണേ. Moment of inertia is the analog of mass in rotational motion, but unlike mass, it's not a fixed quantity. Moment of inertia can be regarded as the measure of rotational inertia. Why? എന്തുകൊണ്ടാണ് moment of inertia about a given axis എന്താണ് ആക്ച്വലി റെസിസ്റ്റ് ചെയ്യാണ്. റൊട്ടേഷൻ മോഷനാണ്. ആ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ആവാതെ അതിനെ റെസിസ്റ്റ് ചെയ്യാണ്. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് മാസിന് അനലോഗായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. എമ്മിന് പകരം യൂസ് ചെയ്യുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഡിപ്പെൻഡ്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? മാസ് ഓഫ് ദ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്യും, ഷേപ്പിനെയും സൈസിനെയും. ഓരോ ഷേപ്പ് മാറുമ്പോഴും എന്ത് പറ്റും? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ മാറും. 6 മാറുന്നതനുസരിച്ച് എന്ത് പറ്റും? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ മാറും. മാസ് മാറുന്നതനുസരിച്ചും ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് എല്ലാം മാറുന്നതനുസരിച്ച് I എന്ന് പറഞ്ഞ ഫാക്ടർ മാറും. ബിക്കോസ് I = mr². ജനറൽ ഇക്വേഷനിൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് 2 റൊട്ടേറ്റിംഗ് ബോഡി A ആൻഡ് B ആർ IA IB റെസ്പെക്റ്റീവ്ലി. നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് വന്നേക്കുന്നത്. IA കൂടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കുറഞ്ഞു. കൈനറ്റിക് എനർജിയും I തമ്മിലുള്ള റിലേഷനാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് വന്നു എന്ന് മാത്രം. അപ്പോൾ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? എളുപ്പമല്ലേ? അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചാപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അതിനുള്ള സാഹചര്യവും സമയവും നമ്മുടെ ടൈം ഒത്തിരി വന്നു. 8 മണിയായല്ലേ? നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഫൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മിസ് കൂടുതൽ സ്പീഡിലാണ് പറഞ്ഞു പോയത്. കുറേ കാര്യങ്ങൾ കണ്ടന്റ് എല്ലാം ഉൾപ്പെടുത്താനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഇനിയും ക്ലാസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടാവും. അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽസ് അറിയാനായിട്ട് തന്നിരിക്കുന്ന ലിങ്കിൽ അല്ലേ, CC+ൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്ത് വെക്കുക. അപ്പം ഡെയിലി വരുന്ന ക്ലാസ്സിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ വരുന്ന എക്സാം അടിപൊളിയായിട്ട് കുറഞ്ഞ സമയത്തിനുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാം. സൂപ്പറായിട്ട് പാസ്സാവും. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായില്ലേ? നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ശരി. അപ്പോൾ താങ്ക് യു. ക്ലാസ് ഇന്നത്തെ അവസാനിക്കാം കേട്ടോ. ടാറ്റാ.